അതുപോലെ ചേച്ചി അഭിനയത്തിനെ കുറിച്ച് ചേച്ചി ഷോ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാന്ന് കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നത് ഞാൻ ഈ USA, UK, പിന്നെ അതുപോലെ സിംഗപ്പൂർ, എനിക്ക് എങ്ങനെ ഇത്ര രാജ്യങ്ങൾ കാണാൻ പറ്റുന്നുള്ളത് ഏകദേശം എത്ര രാജ്യങ്ങൾ ഞാൻ കണ്ടിട്ടുണ്ടാവും? കുറേ മലേഷ്യ, എനിക്ക് തോന്നുന്നു USA ഞാൻ 9 വർഷം അടുപ്പിച്ച് പോയിട്ടുള്ള ആളാണ്. എല്ലാ വർഷവും ഒരു പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമായിട്ടുണ്ടാവും. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പോകാറുണ്ട്. ഇതൊക്കെ കിട്ടിയത് ഈ സിനിമ എന്ന് പറഞ്ഞ ഇതിൽ വന്നതുകൊണ്ട് മാത്രം. ഈ വാണിച്ചേച്ചി എനിക്ക് തോന്നുന്നു നല്ല ഐശ്വര്യമുള്ള ഒരാളാന്ന് തോന്നുന്നു. കാരണം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അല്ല, എനിക്ക് ആ സമയത്ത് വാണിയും കത്തി നിൽക്കുന്ന സമയമാണ്. ഇഷ്ടമാതിരി പടങ്ങളാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും വാണിയോട്, ഇതിങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ എന്നെ കൂടെ ഇരുത്തി എല്ലാം പറഞ്ഞു തരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറേ തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പല്ലാങ്കുഴൽ ഒരു പാട്ടുണ്ടല്ലോ, ഒറ്റയും നാണയം, ഇതൊക്കെ എനിക്ക് പാടിത്തരും. അപ്പം ഞാനിതൊക്കെ കേട്ട് അയ്യോ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമുക്ക് ആ സിനിമയോടുള്ള ഒരു ഇഷ്ടം തോന്നിച്ചിരുന്നു. നമസ്കാരം. ഇന്ന് നമ്മുടെ കുട്ടികളെ അതിഥിനെ കുറിച്ച് കൂടുതൽ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. അംബിക മോഹൻ. നമസ്കാരം ചേച്ചി. നമസ്കാരം. ഓക്കെ, എന്താ ഇപ്പം ചോദിക്കുക, എവിടെ മുതലാണ് സ്റ്റാർട്ട് ചെയ്യേണ്ടതിരിക്കുക? നമ്മൾ മറ്റേ 3-ാം നമ്പരത്തിൻ്റെ പ്രൊമോഷനാണ് കണ്ടത്. അതിനകത്തെ കോസ്റ്റ്യൂമിനെ കുറിച്ചൊക്കെ നമ്മൾ കുറേ സംസാരിച്ചിട്ടുണ്ടായിരുന്നു. അതിലെനിക്ക് സത്യജിത് റേ അവാർഡൊക്കെ കിട്ടിയിട്ടുണ്ട്. ആണല്ലേ? ഓക്കെ, നല്ല അഭിനയമായിരുന്നു. അല്ലെങ്കിൽ ആ ഒരു ചെറിയ വേഷമായിരുന്നു, പക്ഷെ നമ്മളത് ചെയ്യാത്തൊരു കഥാപാത്രമായിരുന്നു. ഓക്കെ, അതിന് ഒരു അച്ചീവ്മെന്റ് കിട്ടുക എന്ന് പറഞ്ഞാൽ വലിയ, അത് നമ്മൾ എന്തെന്നുള്ളതല്ലോ, നമുക്കൊരു അംഗീകാരം കിട്ടുക എന്ന് പറഞ്ഞാൽ അത് വലിയൊരു കാര്യമല്ലേ. അതെ അതെ, ഏതെന്നുള്ളതല്ലോ, അത്ര വലിയ കാര്യമാണ്, സന്തോഷമാണ്. ചേച്ചി ഈ ഇൻസ്റ്റാഗ്രാമിലെ കാര്യമാണ് എനിക്ക് ചോദിക്കുക. ഇൻസ്റ്റാഗ്രാമിൽ ഇപ്പോഴും ഇങ്ങനെ വൈറലായി അല്ലെങ്കിൽ ആക്റ്റീവായിട്ട് ഇങ്ങനെ നിൽക്കുന്നത്? ഇല്ല മോളെ, അതെന്താന്ന് വെച്ചാൽ ഇൻസ്റ്റാഗ്രാം എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടേതായ സന്തോഷങ്ങൾ, എനിക്ക് എന്താണോ സന്തോഷം വരുന്നത് അത് നമ്മൾ ചെയ്യാന്നുള്ളത്. അപ്പം ഞാൻ നല്ല നല്ല പാട്ടുകൾ എനിക്കിഷ്ടമാണ്. അപ്പം അത് എപ്പോഴും ഇങ്ങനെ എല്ലാ പാട്ടുകളും എനിക്കിഷ്ടമാണ്, മെലഡിയും അതും ഇതെല്ലാം ഇഷ്ടമാണ്. പക്ഷെ ചില അടിച്ചു പൊളിച്ച പാട്ടുകളും ചില ആൾക്കാരുടെ പാട്ടുകളും എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പം അങ്ങനെ എനിക്ക് ഇഷ്ടപ്പെടുന്ന പാട്ടുകൾ ഞാനത് റീൽസായിട്ട് ഇടുന്നു, അത്രേ ഉള്ളൂ. പക്ഷെ അത് രണ്ട് രീതിയിൽ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷെ എൻ്റെ ഒരു സന്തോഷമാണത്. എനിക്ക് തോന്നുന്നു പിള്ളേരാണ് കുറേ ഫാൻസ്. ഉണ്ട്, നല്ല ഇഷ്ടമാതിരി കുട്ടികളുണ്ട്. അമ്പാടി എന്ന് പേരിട്ടിട്ടുണ്ട്, അമ്പാടി ആൻറ്റി എന്ന് വിളിക്കുന്നവരുണ്ട്, അമ്പാടി അമ്മയെന്ന് വിളിക്കുന്നവരുണ്ട്. ഒരുപാട് സന്തോഷം. ചേച്ചിക്ക് ആ പേര് കേൾക്കുമ്പോൾ ഇഷ്ടമായിരുന്നു? ഇഷ്ടമാണ്. നമുക്ക് സന്തോഷമാണല്ലോ. പിന്നെ റീൽസ് ശ്രദ്ധിച്ചിട്ടുണ്ടാവുമോ? ഞാൻ എൻ്റെ ഒരിക്കൽ പോലും ഞാൻ എൻ്റെ കോസ്റ്റ്യൂമോ എൻ്റെ മേക്കപ്പോ ഒന്നും ഇതായിട്ടുള്ളതല്ല ഞാൻ ചെയ്യുന്നത്. ഞാൻ ചിലപ്പോൾ സെറ്റ് മുണ്ട് കൊടുത്തിട്ട് ഇരിക്കുമ്പോഴായിരിക്കും എനിക്ക് തോന്നുന്നു ഒരു പാട്ടിടാന്ന്. അപ്പോൾ ആ സെറ്റ് മുണ്ട് കൊടുത്ത് തന്നെ ഞാനൊരു പാട്ടിടും. പക്ഷേ ഇല്ല, എന്താ തോന്നുന്നത്? അതെ, അപ്പോൾ ആ സെറ്റ് മുണ്ട് കൊടുത്ത് പാട്ടിട്ടാൽ ആ പാട്ടും ആ ഇതുമാണ് എല്ലാവരും ശ്രദ്ധിക്കും. ചിലത് 1 മില്യനൊക്കെ കയറി പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ ആ കോസ്റ്റ്യൂം അല്ല, അവരവരെ ആ പാട്ടും ഞാൻ ഇട്ടിരിക്കുന്ന ഇതുമാണ് അവർ നോക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത്. അപ്പോൾ അതൊരു സന്തോഷമല്ലേ. ഓക്കെ, ഈ കോസ്റ്റ്യൂമിൻ്റെ കാര്യം പറയുമ്പോൾ ചേച്ചിക്ക് ആദ്യം ഒരു എംബ്രോയിഡറി കടയും തയ്യക്കടയൊക്കെ ഉണ്ടായിരുന്നു. 15 കുട്ടികൾ വർക്ക് ചെയ്തിരുന്നതാണ്. ഒരു പക്ഷേ ഞാൻ ഈ സിനിമയിൽ വന്നില്ലായിരുന്നു എങ്കിൽ ചിലപ്പോൾ എനിക്ക് തോന്നുന്നു അതൊരു വലിയൊരു സ്ഥാപനമായിട്ട് ഞാൻ കൊണ്ടുവന്നേനെ. അത് ഞാൻ വെറുതെ ഞാനും പണ്ടും വീട്ടിൽ വെറുതെ ഇരിക്കുന്നൊരു സ്വഭാവം എനിക്കില്ലടാ. കാരണം ഞാൻ എന്താണെന്ന് വെച്ചാൽ കുട്ടികളൊക്കെ സ്കൂളിൽ പോയി കഴിഞ്ഞാൽ പിന്നെ നമ്മൾ ഇരുന്നിട്ട് നമ്മളുടെ സമയങ്ങൾ കളയുന്നതിലുകൊണ്ട് എനിക്കിപ്പോഴും ഞാൻ എല്ലാവരോടും പറയുന്നത് അതാണ്, നിങ്ങൾ വെറുതെ വീട്ടിലിരുന്ന് സമയം കളയരുത്. ഒരു സമയം നമുക്ക് കിട്ടാണ്, അത് എന്തിനെങ്കിലും വേണ്ടിയിട്ട് നമ്മൾ ചെയ്തു എന്നാവും. അപ്പം ഞാൻ അന്നൊക്കെ എന്ത് ചെയ്യുന്നു വെച്ചാൽ, നമ്മൾ ഡിസൈനൊന്നും പഠിച്ചിട്ടില്ല, വരയ്ക്കാനൊന്നും വലിയ അറിവൊന്നും നമുക്കില്ല. അപ്പം ഞാൻ എന്ത് ചെയ്യുന്നു വെച്ചാൽ, ഈ കത്രിക്ക എന്ന് പറയില്ലേ, വഴുതനങ്ങ, അത് വെണ്ടയ്ക്ക, അങ്ങനത്തെ സാധനങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് വരുമല്ലോ, പച്ചക്കറികളുണ്ടാവുമല്ലോ. അപ്പം ഞാൻ അതൊക്കെ എടുത്തു വെച്ചിട്ട് ഒരു തുണി എന്ന് പ്ലെയിൻ സാരികൾ ഞാൻ കുറേ വാങ്ങും. ആ സാരി ഇങ്ങനെ മേശയിൽ വിരിച്ചിട്ട് ഈ കത്രിക്കയൊക്കെ വട്ടത്തി മുറിച്ച് ഫാബ്രിക് പെയിൻ്റ് ഇല്ലേ അതിൽ മുക്കി ഇതിൽ ഇങ്ങനെ ഒട്ടിച്ചൊട്ടിച്ച് ഓരോ ഡിസൈൻ ഉണ്ടാക്കുക എന്നുള്ളത് എൻ്റെ ഒരു സ്ഥിരം. പിന്നെ അത് കഴിഞ്ഞ് അതിനെക്കാട്ടും ഇത്രയും കൂടെ ഇതായിട്ട് കത്രിക്കയാക്കി. അപ്പോൾ അതിനൊക്കെ ഒരു പ്രത്യേക ഡിസൈൻ വരും. എന്നിട്ട് ഇതൊക്കെ ഞാൻ ഓരോ ഫങ്ഷൻ, അന്ന് ഹസ്ബൻഡ് എഞ്ചിനീയർ ആയിരുന്നു, ഇലക്ട്രിസിറ്റി ബോർഡ്. അപ്പം നമുക്കൊരു ഗെറ്റ് ടുഗദർ എന്ന് പറഞ്ഞിട്ടൊരു ഇതുണ്ട് എല്ലാ മാസവും. അപ്പം അന്ന് നമ്മൾ ഓരോരോ സാരികളെ കൊടുത്ത് മാറി അപ്പം ഞാൻ ആ സമയമൊക്കെ പട്ടുസാരികളുടെ ബഹളങ്ങളുള്ള സമയമാണ്. ഞാൻ ഈ കോട്ടൺ സാരിയിൽ ഈ ഡിസൈൻ ചെയ്ത ഇതുമായിട്ട് പോകും. അപ്പം എല്ലാവരും ഇത് കാണാത്ത സാധനമാണ്, പക്ഷെ നല്ല ഭംഗിയുണ്ട്. അപ്പം നമ്മളോട് ഇത് നല്ല ഡിസൈനാണല്ലോ, ഇത് എവിടെ നിന്ന് ചെയ്തു? ഈ കത്രിക്കൊക്കെ ഒരു ഇതുണ്ട്, എന്ന് വെച്ചാൽ ചെറിയ ചെറിയ കുരു ഇരിക്കുന്നുണ്ട്, കുഞ്ഞു കുഞ്ഞു കുത്തുകളായിരിക്കും. ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയെന്ന് അവർക്ക് അത്ഭുതമാവും, ഇരുന്ന് ചെയ്തൂലേന്ന്. പക്ഷെ ഇതിൽ മുക്കി ഇങ്ങനെ ഒരു അച്ച് പോലെ വെക്കുന്നതാണ്. അപ്പം അങ്ങനെ ചെയ്ത് വന്ന് അങ്ങനെ ആളെന്നോട് പറഞ്ഞു, നിനക്കിതിൽ ഇൻട്രസ്റ്റ് ഉണ്ടെങ്കിൽ ഇത് പഠിക്കേ. അങ്ങനെയാണ് ഞാൻ കോൺവെൻറ്റ്
പോയിട്ട് സിസ്റ്റേഴ്സിൻ്റെ അടുത്തു നിന്നാണ് ബാക്കി ഡിസൈനൊക്കെ പഠിച്ചത്. അങ്ങനെ പിന്നെ ഒരു ചെറുതായിട്ട് തുടങ്ങി, അത് പിന്നെ വലുതായി 15 പേര് വർക്ക് ചെയ്യുന്ന ഒരു സ്ഥാപനമായിട്ട് വന്നു. പിന്നെ ആ കുട്ടികളും ഞാനും ഭയങ്കര കൂട്ടായിരുന്നു. ഞങ്ങൾ എനിക്ക് തോന്നുന്നു കല്യാണത്തിനൊക്കെ ഞങ്ങൾ ഡ്രസ്സുകളൊക്കെ ഇരുന്ന് രാത്രിയിലിരുന്ന് വർക്ക് ചെയ്തിട്ടുണ്ട്. അതുപോലെ കട്ട് വർക്ക്, ആപ്ലിക് വർക്ക്, അങ്ങനെ ഓരോരോ ഡിസൈനുകൾ ചെയ്യുക. ചേച്ചി തിരക്ക് കാരണം നിർത്തിയതാണോ അത്? സിനിമയിൽ വന്നു കഴിഞ്ഞും ഉണ്ടായിരുന്നു എനിക്കിത്. പിന്നെ എന്താ വെച്ചാൽ നമ്മളിപ്പോൾ ഒരു ലൊക്കേഷനിലൊക്കെ നിൽക്കുമ്പോൾ അവിടെ നിന്ന് വിളിച്ച് പറയും, ചേച്ചി ഞങ്ങൾക്ക് സാരി കിട്ടിയില്ല, ഞങ്ങൾക്ക് ഇന്ന ഫംഗ്ഷൻ പോകണം. അങ്ങനെ എനിക്ക് എല്ലാം കൂടെ കൊണ്ടുനടക്കാൻ ബുദ്ധിമുട്ടായപ്പം ഇതൊക്കെ കഴിഞ്ഞില്ല. ഞാൻ എൻ്റെ കുട്ടികൾക്ക് തന്നെ കൊടുക്കുക ചെയ്ത്, അവർ തന്നെ ഏറ്റെടുത്ത് നടക്കുന്നു. ഇപ്പോഴും അതിൽ ചില കുട്ടികൾ വർക്ക് ചെയ്യുന്നുണ്ട്. ഇപ്പോഴും യൂണിറ്റ് ഇത്തിരി ഇതായാലും ആ കുട്ടികൾ അത് കൊണ്ടുപോകുന്നുണ്ട്. രാജീവ് എന്ന് പറഞ്ഞൊക്കെ ഉള്ള നല്ല നല്ല കുട്ടികൾ, അപ്പോൾ അവർ ഇപ്പോഴും നടക്കുന്നു. ചേച്ചിക്ക് പിന്നെ ഇപ്പൊ കുറച്ചും കൂടെ ഇങ്ങനെ കഴിഞ്ഞപ്പോഴത്തേക്ക് അങ്ങനെ ഒരു പ്ലാൻ ഉണ്ടോ ഒന്നുകൂടെ അതൊക്കെ ഒന്ന് ഡെവലപ്പ്? എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ, ശരിക്കും ഒരു പക്ഷേ നല്ലൊരു ബിസിനസ്സാണത്. ഞാനത് പണ്ട് വരുമ്പോഴും എല്ലാവരോടും പറയാം. അതിനുശേഷമാണ് പലരും സിനിമയിൽ തന്നെ കുറേ പേരൊക്കെ തുടങ്ങിയിട്ടുണ്ട്. എന്നുള്ളത് വലിയ അതെ, അന്ന് തയ്യൽക്കാർ ഞാൻ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ അന്ന് സിനിമയിൽ വരുമ്പോൾ. തയ്യൽ അങ്ങനെയായിരുന്നു. ഇപ്പം അതൊക്കെ മാറി, സ്റ്റിച്ചിങ് യൂണിറ്റ് എന്നൊക്കെ പേരുകളൊക്കെ മാറി. പക്ഷെ നല്ലൊരു വരുമാനമാണ് വീട്ടമ്മമാർക്ക്. ചേച്ചിയുടെ ഡ്രസ്സുകളൊക്കെ ഇപ്പോഴും ചേച്ചി തന്നെയാണോ? ഞാൻ ആ പണ്ടും ചുരിദാറൊക്കെയാണ് ഇത്തിരി നല്ല ഷേപ്പിലൊക്കെ അടിച്ചിടുന്ന ഒരാളാണ്. അപ്പം ഞാനത് നമുക്ക് ഇത് സ്റ്റിച്ചിങ് യൂണിറ്റ് ഉള്ളത് കൊണ്ട് ഞാൻ തന്നെ ചെയ്യുമായിരുന്നു. ഇപ്പോഴും എനിക്ക് വീട്ടിൽ മെഷീനുണ്ട്. ഞാൻ തന്നെ എനിക്കുള്ള ബ്ലൗസുകളൊക്കെ ചില സമയത്ത് പെട്ടെന്ന് ഞാൻ തയ്ച്ചെടുക്കും. ചുരിദാർ തയ്ച്ചു. ഏതെങ്കിലും സിനിമയിൽ സ്വന്തം കോസ്റ്റ്യൂം യൂസ് ചെയ്തിട്ടുണ്ട്? ഉണ്ട്, റോമിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. ചുരിദാറുകളൊക്കെ എൻ്റെ ചുരിദാറായിരുന്നു. അവിടെ നിന്ന് പറഞ്ഞു, ഞാൻ ചുരിദാർ ഇട്ട് ചെന്നപ്പോൾ പറഞ്ഞു ഇത് നല്ല ചുരിദാറാണ്, അപ്പോൾ ഇത് ഉപയോഗിക്കാമല്ലോ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പിന്നെ എൻ്റെ ചുരിദാറുകളൊക്കെ അന്ന് ആ സമയത്ത് തന്നെ നല്ല ഡിസൈൻ ചുരിദാറുകളായിരുന്നു. പിന്നെ അത് കണ്ടറിയാം, ഷോളും പാൻറ്റും ഒരേ കളറായിട്ട് ഞാൻ തയ്ച്ചുകൊണ്ടിരുന്നു. പിന്നീടാണല്ലോ അതൊക്കെ അങ്ങനെ വന്നത്. ഡിസൈൻസ് ആണ് പിന്നെ വന്നത്. ഞാനത് ഞാൻ യൂസ് ചെയ്യാൻ തുടങ്ങി. അല്ലെങ്കിൽ ഇതിനോട് പാഷനുള്ള ആളുകൾക്ക് എപ്പോഴും ആ ഒരു ഇഷ്ടം, ആ ഫാഷൻ. നല്ലൊരു എനിക്ക് എറണാകുളം സെന്റ് തെരേസാസിൽ നിന്നൊക്കെ പിള്ളേർ വരുമായിരുന്നു ചാലക്കുടിക്ക് തയ്യലിന്. അപ്പം ഞാൻ എന്നാ വെച്ചാൽ ഈ നമുക്ക് കട്ട് വർക്കൊക്കെ ഉണ്ടല്ലോ, അതൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഇപ്പോൾ ചുരിദാറിലൊക്കെ ചെറിയ ചെറിയ ഓട്ടകളൊക്കെ ഉണ്ടാക്കി കൊടുക്കുക, ഇതൊക്കെ എൻ്റെ ഇതൊക്കെ ചെയ്യാറുണ്ട്. ഓക്കെ, നമ്മൾ സിനിമയിലേക്ക് വരികയാണെങ്കിൽ ഞാൻ വിക്കിപീഡിയ നോക്കിയപ്പോഴത്തേക്കും മാർക്ക് ആൻ്റണിയാണ് ആദ്യത്തെ മൂവി എന്ന് കണ്ടു. അത് മൂവി എന്ന് പറയാൻ പറ്റില്ല, നമ്മൾ ഇങ്ങനെ ഒന്ന് പോയി നിന്ന് ചെയ്തു, അത്രേ ഉള്ളൂ. സിനിമ എന്ന് പറഞ്ഞ് ഞാൻ ചെയ്തത് മേഘമൽഹാർ. ഓക്കെ, മേഘമൽഹാർ ചെയ്തെങ്കിലും അതും നമ്മൾ ഇപ്പം സിനിമയിലേക്ക് വന്നു എന്ന് പറയാൻ പറ്റത്തില്ല. കാരണം നമ്മൾ സാധാരണ കമൽ സാറിൻ്റെ സലീം പടിയത്ത് അവർ പറഞ്ഞ് അങ്ങനെ പോയി ഒരു വേഷം ചെയ്തു പോകുന്നേ ഉള്ളൂ. സിനിമ എന്ന് പറഞ്ഞ് നമ്മൾ ആദ്യമായിട്ട് അഡ്വാൻസ് വാങ്ങി എഗ്രിമെൻറ്റ് സൈൻ ചെയ്തൊക്കെ ചെയ്തത് എൻ്റെ ഹൃദയത്തിൽ വാണിയുടെ അമ്മയായിട്ട് ഭരത് ഗോപി സാറിൻ്റെ പടം നല്ലൊരു പടമായിരുന്നു. അതിൽ സോങ് ഒക്കെ നല്ല പാട്ടുകളായിരുന്നു. ദാസേട്ടൻ പാടിയ പാട്ടുകളൊക്കെ ഭയങ്കര ഹിറ്റായിരുന്നു. ഈ വാണിച്ചേച്ചി എനിക്ക് തോന്നുന്നു നല്ല ഐശ്വര്യമുള്ള ഒരാളാണെന്ന് തോന്നുന്നു. കാരണം അവിടെ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് പിന്നെ അല്ല, എനിക്ക് ആ സമയത്ത് വാണി കത്തി നിൽക്കുന്ന സമയമാണ്, ഇഷ്ടമാതിരി പടങ്ങളാണല്ലോ. അപ്പം ഞാനിങ്ങനെ ഇരുന്നിട്ട് ഓരോ കാര്യങ്ങൾ ചോദിക്കും വാണിയോട്, ഇതിങ്ങനെയാണ് എങ്ങനെയാണ് ഇങ്ങനെ. പക്ഷെ എന്നെ കൂടെ ഇരുത്തി എല്ലാം പറഞ്ഞു തരും. എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, കുറേ തമിഴ് സിനിമകൾ ചെയ്തിട്ടുണ്ട്. പല്ലാങ്കുഴൽ ഒരു പാട്ടുണ്ടല്ലോ, ഒറ്റേ നാണയം, ഇതൊക്കെ എനിക്ക് പാടിത്തരും. അപ്പം ഞാനിതൊക്കെ കേട്ട് അയ്യോ ഇങ്ങനെ ഇരിക്കും. അങ്ങനെ നമുക്ക് ആ സിനിമയോടുള്ള ഒരു ഇഷ്ടം തോന്നിച്ചിരുന്നു. അതിനുശേഷം ഞാൻ വാണീനെ പിന്നെ കാണുമ്പം ഞാൻ വിചാരിച്ചു മറന്നു പോയിട്ടുണ്ടാകും നമ്മളെന്ന്. പക്ഷേ ഒരു പരസ്യത്തിനെ കണ്ട് ഓടി വന്ന് എന്നോട് ചേച്ചി എന്ന് പറഞ്ഞ് ആ സ്നേഹം ഇപ്പോഴും ഉണ്ട്. ഈ പരസ്യത്തിൻ്റെ കാര്യം എനിക്ക് ഓർമ്മ വരുന്നത് റബ്കോ വെളിച്ചെണ്ണ ഇപ്പോഴും എല്ലാവർക്കും അറിയാവുന്ന ഒരു കഥ തന്നെ. അതുകൊണ്ട് നമ്മളത് എക്സ്പ്ലെയിൻ ചെയ്ത് പോകേണ്ട ആവശ്യമില്ല. എന്നാലും ഇപ്പോഴും ഞാൻ ആ സമയത്തൊക്കെ ഉണ്ടല്ലോടാ വേറൊരു ചിന്തയില്ല. അപ്പം പരസ്യങ്ങളും ചെയ്യും, സിനിമയും ചെയ്യും, സീരിയലും ചെയ്യും, ഇങ്ങനെ എല്ലാം ഒന്നിച്ചിങ്ങനെ. പക്ഷെ ഞാൻ ഒന്നും ഡേറ്റ് കളയാതെ ഇങ്ങനെ കറക്റ്റ് ചെയ്ത് കൊണ്ടുപോകാൻ പറ്റിയിട്ട് മാനേജർ ആരെങ്കിലും ഉണ്ടായിരുന്നു? ഒന്നുമില്ല, ഇതുവരെ ഒറ്റയ്ക്ക് തന്നെയാണ്. നമ്മളോട് വിളിക്കുമ്പോൾ നമ്മൾ തന്നെ മറുപടി പറയാ, നമ്മൾ തന്നെ ഒരു ഡയറി ഒക്കെ ഉണ്ടോ? ഡയറി ഉണ്ടാവും, കാരണം ഡേറ്റ് ഒന്ന് എഴുതി വയ്ക്കുക, അത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാം സ്വന്തമായിട്ട് മാനേജ് ചെയ്തിട്ട് പോകുന്നുള്ളൂ. അന്നത്തെ നമ്മുടെ ഈ റബ്കോന്റെ കഥയ്ക്കകത്ത് ഒരു കള്ളം പറഞ്ഞു പോയിട്ടുള്ള ഒരു കഥയായിരുന്നല്ലോ. ഇതുപോലെ കള്ളം പറഞ്ഞു പോയ വേറെ ഏതെങ്കിലും സംഭവം ഉണ്ടായിട്ടില്ല? അന്നത്തോടെ ഞാൻ നിർത്തി. ഓക്കെ, അല്ല കൂടെ ഉള്ളത് ഓപ്പോസിറ്റ് ജഗദീശേട്ടനായതുകൊണ്ട് നമുക്ക് കൂടുതലൊന്നും പറയാനും പറ്റില്ല. നിങ്ങൾ ഏറ്റവും ഒരു 16-17 മൂവീസ് നമ്മൾ ഒരുപാട് പടത്തിൽ ഭാര്യയും ഭർത്താവുമായിട്ട് ചെയ്തു, അല്ലാതെ ചെയ്തു. എനിക്ക് തോന്നുന്നു പറുദീസ എന്ന് പറഞ്ഞൊരു പടം കഴിഞ്ഞിട്ട് പോയി
കഴിഞ്ഞിട്ടാണ് ചേട്ടന് ആക്സിഡൻ്റ് ആകുന്നത്. അത് കഴിഞ്ഞിട്ടൊരു പിന്നെ ആക്സിഡൻ്റ് ആയിട്ടാണ് ഞാൻ ചേട്ടനെ കാണുന്നത്. അത് പറുദീസ കഴിഞ്ഞിട്ടാണ് നേരെ കോഴിക്കോട് മറ്റേ പടത്തിലേക്ക് പോയത്. ഓക്കെ. ആ പോകുന്ന വഴിക്ക് എന്തോ ആയിരുന്നല്ലോ വയ്യാതായത്. ശരി, ഓക്കെ. അതുപോലെ ചാലക്കുടി ചേച്ചി പനമണ്ണയായിരുന്നു അല്ലേ? ഒറ്റപ്പാലം സ്വന്തം വീട്. ഒറ്റപ്പാലം പനമണ്ണ പറയും, ശങ്കരനാരായണ സ്വാമിയുടെ അമ്പലത്തിൻ്റെ അടുത്താണ്. ഞാൻ ഷൊർണൂരോട്, എനിക്ക് ആ ഒരു ഏരിയ അറിയാം. അത് കഴിഞ്ഞ് ഇവിടോട്ട് ചാലക്കുടിയിലോട്ട് നമ്മൾ. അത് അച്ഛൻ ഇലക്ട്രിസിറ്റി ബോർഡിലായിരുന്നു വർക്ക് ചെയ്തിരുന്നത്. അപ്പം ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ മൂന്നാറിലാണ്, ചിത്രപുരം എന്ന് പറയും. അപ്പം ആ സ്കൂളിലാണ്, തേയിലത്തോട്ടങ്ങളുടെ ഇടയിലൊക്കെയാണ് ഞാൻ പഠിച്ചതും വളർന്നതും ഒക്കെ. ഓക്കെ. അല്ല, അങ്ങനെ ആലോചിച്ച് നോക്കുമ്പോൾ കംപ്ലീറ്റ്ലി എല്ലാം ഓരോ. അതുകൊണ്ട് അവിടെ പഠിച്ചു, അവിടെ വളർന്നു. കല്യാണം കഴിഞ്ഞിട്ട് നേരെ പോയത് കക്കയം. അന്ന് ഈ കോഴിക്കോട് നമ്മൾ രാജൻ കേസുകളുടെ കക്കയം കേട്ടിട്ടില്ലേ? രാജൻ പറഞ്ഞ കഥ അതൊക്കെ പറഞ്ഞിട്ട് കക്കയത്ത്. അപ്പം അവിടെയാണ് ആ സമയമായപ്പോൾ ഞാൻ അവിടെയാണ്, കക്കയത്താണ് കല്യാണം കഴിഞ്ഞ് പോയത്. കക്കയം, പിന്നെ പെരിങ്ങൽകുത്ത്, അങ്ങനെ ഒരുപാട് സ്ഥലങ്ങൾ നമുക്ക് കാണാനായിട്ട് പറ്റി. ഇലക്ട്രിസിറ്റി ബോർഡ് ആയതുകൊണ്ട്, ഹസ്ബൻഡും ഇലക്ട്രിസിറ്റി ബോർഡാണല്ലോ. ഓ അതെ, ഓക്കെ. ചാലക്കുടി വരുന്ന സമയത്ത് മണിച്ചേട്ടൻ്റെ കാര്യം, മണിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടും അമ്മയായിട്ടും അഭിനയിക്കാൻ പറ്റി അല്ലേ? വലിയൊരു സന്തോഷം. പിന്നെ ഒരുപാട് സന്തോഷമുണ്ട്. കാരണം നമ്മളുടെ നാട്ടിലുള്ള നമ്മളുടെ നേരത്തെ അറിയായിരുന്നു അവിടെ ചെന്നപ്പോൾ മുതൽ? മണീനെ അറിയാം എന്നല്ലാണ്ട് പിന്നെ നമ്മൾ ഈ സിനിമ അങ്ങനെ വന്നത് പിന്നീടാണ് അറിയാം. അതിന് മുമ്പേ മണീനെ അറിയാം. പേഴ്സണലി ഞാൻ ചാലക്കുടി വന്നിട്ട് തന്നെ ഒരു 10-25 വർഷത്തോളം ആയിട്ടുണ്ട്. ഇപ്പൊ മക്കൾക്ക് കുറച്ച് താല്പര്യം ഉണ്ടല്ലേ? ഇളയാള് ആദ്യമേ നമ്മള് സിനിമ എന്ന് പറഞ്ഞിട്ട് അങ്ങനെ പോകാൻ ആദ്യമൊന്നും ഇഷ്ടമുണ്ടായില്ല. വനിതാരത്നം വിന്നറൊക്കെ ആയിരുന്നു. അങ്ങനെ നിന്ന സമയത്ത് സന്ധ്യാദീപം എന്ന് പറഞ്ഞിട്ടൊരു പ്രോഗ്രാം അവതാരിക. പിന്നെ ഇങ്ങനെ പഠിച്ച്, ഞാൻ പറഞ്ഞു എപ്പോഴും പഠിച്ചൊരു ജോലി കിട്ടുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ലേ, അങ്ങനെ ഒരു ജോലിയൊക്കെ ആവട്ടെ എന്ന് പറഞ്ഞു. അങ്ങനെ ഇപ്പം റവന്യൂവിൽ വർക്ക് ചെയ്യുന്നു. പക്ഷെ എന്താ പറയുക, ഡാൻസ് MFA കോഴ്സൊക്കെ കഴിഞ്ഞാണ് ഭരതനാട്യം. അപ്പോൾ ആ ഡാൻസിനോടുള്ള ഇൻട്രസ്റ്റ് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. എന്നോട് പറഞ്ഞു എനിക്ക് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യണം എന്നൊരാഗ്രഹം ഉണ്ടെന്നാണ്. പാഷനാണ്. ഇപ്പോൾ ഒരു സീരിയലൊക്കെ ചെയ്യുന്നുണ്ട്. അവളുടെ സന്തോഷം. ചേച്ചിയുടെ ഡാൻസും കാര്യങ്ങളൊക്കെ അതിൻ്റെ കൂടെ തന്നെ കൊണ്ടുപോകുന്നുണ്ട്. ഡാൻസിനോടുള്ളൊരു ഇഷ്ടം ഇപ്പം മുതൽ ഉണ്ട്. ഡാൻസ് എന്ന് പറഞ്ഞാൽ നമുക്ക് ചെറുപ്പം തൊട്ട് നമുക്കും ഡാൻസ് ഒരു ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നമ്മൾ ഡാൻസ് അന്നൊക്കെ ചെറുപ്പത്തിൽ നമ്മളൊക്കെ ഡാൻസ് ചെയ്യുമ്പോൾ ഞങ്ങൾക്കൊക്കെ സ്കൂളിൽ അന്ന് ആനുവൽ ഡേ എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. റെഡ് ഹൗസ്, ബ്ലൂ ഹൗസ് എന്നൊക്കെ പറഞ്ഞ ഹൗസ് തിരിച്ചിട്ടൊക്കെയാണ്. അപ്പം നമ്മളുടെ ഹൗസ് ജയിക്കാൻ വേണ്ടി നമ്മൾ ഡാൻസും പാട്ടും ഒക്കെ പഠിക്കുമല്ലോ. ഓട്ടംതുള്ളവർ വരെ നമ്മൾ കളിക്കുമായിരുന്നു. ഇതൊക്കെ അതുകൊണ്ട് ആ ഒരു ഇൻട്രസ്റ്റ് ഇപ്പോഴും നിൽക്കുന്നുണ്ട്. അതുകൊണ്ട് കുട്ടികൾക്കും ഉണ്ട്. മൂത്താളും നന്നായി ഡാൻസ് ചെയ്യും, രണ്ടാമത്തെ ആളും ചെയ്യും. ഓക്കെ. അപ്പോൾ ഡാൻസ് ഇപ്പോഴും നമ്മുടെ കൂടെ തന്നെ അങ്ങനെ. അതുപോലെ ചേച്ചി അഭിനയത്തിൻ്റെ കൂടെ ചേച്ചി ഷോ ഒക്കെ കോർഡിനേറ്റ് ചെയ്യാൻ ഭയങ്കര അടിപൊളിയാണെന്ന് കേട്ടിട്ടുണ്ട്. എനിക്കിപ്പോഴും തോന്നുന്നത്, ഞാൻ ഈ USA, UK, പിന്നെ അതുപോലെ സിംഗപ്പൂർ, എനിക്ക് എങ്ങനെ ഇത്രയും രാജ്യങ്ങൾ കാണാൻ പറ്റി എന്നുള്ളത് തന്നെ. ഏകദേശം എത്ര രാജ്യങ്ങൾ കണ്ടിട്ടുണ്ട്? ഞാൻ കുറേ മലേഷ്യ, എനിക്ക് തോന്നുന്നു USA ഞാൻ 9 വർഷം അടുപ്പിച്ച് പോയിട്ടുള്ള ആളാണ്. എല്ലാ വർഷവും ഒരു പ്രോഗ്രാം നമ്മുടെ പ്രോഗ്രാമായിട്ടുണ്ടാവും. അങ്ങനെ അടുപ്പിച്ചടുപ്പിച്ച് പോകാറുണ്ട്. ഇതൊക്കെ കിട്ടിയത് ഈ സിനിമ എന്ന് പറഞ്ഞ ഇതിൽ വന്നതുകൊണ്ട് മാത്രമാണ്. അല്ലെങ്കിൽ എനിക്കിതൊന്നും നടക്കത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം തയ്യൽ നമുക്ക് നഷ്ടപ്പെട്ടാൽ പോലും അതിനെക്കാട്ടിലും വലിയൊരു ഭാഗ്യമാണ് നമുക്ക് ദൈവം തന്ന ഭാഗ്യങ്ങൾ. അതെ, ഒരുപാട് ഭാഗ്യം സിനിമ തന്നിട്ട്. ഓക്കെ. ഈ ഷോ ഒക്കെ നമ്മൾ കോർഡിനേറ്റ് ചെയ്യുമ്പോഴേ നമ്മൾ സാധാരണ ഇപ്പം നമ്മൾ ഗസ്റ്റ് ആയിട്ട് പോകുമ്പോൾ ഇത്രയും ടെൻഷൻ ഇല്ല. നല്ല ടെൻഷനാടാ. ഇപ്പം ദുബായിലൊക്കെ ഞാൻ ഗോപി സുന്ദർ സെലിബ്രേഷൻ ഷോ എന്ന് പറഞ്ഞിട്ടൊരു ഷോ ചെയ്തിരുന്നു. അത് ക്രിക്കറ്റ് സ്റ്റേഡിയത്തിൽ. അന്ന് എത്ര 25 ആർട്ടിസ്റ്റുകളാണ് വരുന്നത്. ഗോപി സുന്ദർ എന്ന് പറഞ്ഞ മ്യൂസിക് സിംഗർ, അദ്ദേഹത്തിൻ്റെ കൂടെ അന്ന കത്രീന, ഹരിചരൺ, വിധു പ്രതാപ്, സിത്താര തുടങ്ങിയുള്ള മലയാളത്തിലെ 10 പാട്ടുകാർ. പിന്നെ രമ്യ നമ്പീശൻ, ശ്വേതാ മേനോൻ, ഇവരുടെയൊക്കെ പ്രോഗ്രാം വേറെ. സുരാജ് വഞ്ഞാറമൂട്, അത് ദുൽഖർ, ഇവരൊക്കെ ഉള്ളൊരു ഷോ ഞാൻ കോർഡിനേറ്റ് ചെയ്ത് കൊണ്ടുപോവാണ്. നല്ല ടെൻഷനിലായിരുന്നു, നല്ല ടെൻഷൻ. ഇതവിടെ അവതരിപ്പിച്ച് ഇറക്കുന്നവരെയുള്ളൊരു ടെൻഷൻ ഭയങ്കര. പക്ഷെ എല്ലാവരും നമ്മളോട് ഭയങ്കര സ്നേഹത്തിലാണ് പെരുമാറുക. അതൊരു ഭാഗ്യം എനിക്ക് കിട്ടിയിട്ടുണ്ട്. നല്ല സ്നേഹത്തിൽ നമ്മൾ ആ പ്രോഗ്രാം നല്ല രീതിയിൽ തീർന്ന് എല്ലാവർക്കും നല്ല രീതിയിൽ പോകാനുള്ള അവസരമുണ്ട്. ഓക്കെ. ഈ സാധാരണ ഈ ഷോ കോർഡിനേറ്റേഴ്സ് ഒക്കെ പറയും കുറേ സാധനങ്ങൾ എടുക്കാൻ മറന്ന കഥകളോ അല്ലെങ്കിൽ അങ്ങനെ മറന്നിട്ട് ഇഷ്ടം പോലെ അത് മാനേജ് ചെയ്ത അങ്ങനത്തെ എന്തെങ്കിലും ഒരു കഥ? ഉണ്ട്. നമ്മൾ USA ഒരു ഷോ നടക്കുക. അപ്പം നമ്മൾ ന്യൂയോർക്കിലാണ് നമ്മുടെ അടുത്ത പ്രോഗ്രാം. അപ്പം ന്യൂയോർക്കിലേക്കുള്ള ഞങ്ങളുടെ ബാഗിൽ കോസ്റ്റ്യൂമൊക്കെ അവരവരുടെ കോസ്റ്റ്യൂം അവരവരെ ഏൽപ്പിച്ചിട്ടുണ്ടാവും. കാരണം എന്നാൽ പിന്നെ ഒരു ഉത്തരവാദിത്വം ഉണ്ടാവും. ഇപ്പം ഞാൻ എന്താണോ ഇടുന്നത് അത് എൻ്റെ കയ്യിലുണ്ടാവണം. അങ്ങനെ ഞങ്ങളെല്ലാം ഏൽപ്പിച്ചിരുന്നതാണ്. പക്ഷെ ഒരു പെട്ടി മിസ്സായി. അവിടെ ചെന്ന് കയറേണ്ട സമയമായപ്പോൾ ഒരാൾക്ക് ഓർമ്മയുണ്ടോ? നീന കുറുപ്പ്. നീനയുടെ ഡ്രസ്സില്ല, കോസ്റ്റ്യൂം ഇല്ല നീനയ്ക്ക് കയറാനായിട്ട്.
അപ്പം നമ്മൾ എന്ത് ചെയ്യും? എയർപോർട്ടിൽ വെച്ച് മിസ്സായതാണോ? എയർപോർട്ടിൽ വെച്ച്. പിന്നെ തിരിച്ച് ആ പെട്ടി വരുന്നവരെ നമ്മൾ വെയിറ്റ് ചെയ്യണം. പക്ഷെ നമുക്കിവിടെ ഷോ ചെയ്യണം, ടൈം പോവും. നമ്മൾ അവിടെ പൈസ വാങ്ങി ചെയ്യുന്ന ഷോ അല്ലേ. അപ്പം നമ്മൾ എന്ത് ചെയ്യും? പിന്നെ ഞങ്ങൾ തീരുമാനമെടുത്തു, ഞാനും നീനയും കോസ്റ്റ്യൂം മാറ്റിയിട്ട് സെറ്റ് സാരി വളച്ച് അവരുടെ ഇതേപോലെ തന്നെ അന്ന് മാങ്കുയില് തേൻകുയില് ആ ഡാൻസാണ്. അപ്പം തലയിൽ കുടമൊക്കെ വെച്ച്, കുടവും പോയി, എല്ലാം പോയി, എല്ലാം അപ്പോൾ കുടവും വേണം. അപ്പം ഞങ്ങൾ അവിടെ പറഞ്ഞ് അവിടുത്തെ ആൾക്കാരൊക്കെ കൂടെ കൂടി വേഗത്തിൽ ഞങ്ങൾക്ക് സെറ്റ് സാരിയൊക്കെ സെറ്റ് ചെയ്ത് തന്നു. ഒരു കുടം അവർ തന്നെ ഉണ്ടാക്കി. ഇത്രയും പേർക്കും 6 പേർക്ക് സുധീഷൊക്കെ ഉണ്ട് അതിൽ ഡാൻസ്, നമ്മുടെ കോഴിക്കോടുള്ള സുധീഷൊക്കെ. അപ്പോൾ കുടം അവർ തന്നെ സെറ്റ് ചെയ്ത് തന്നു. എൻ്റെ ആ പുതിയ കുടമൊക്കെ വെച്ച് ഞങ്ങൾ റെഡിയാക്കി. എന്തായാലും സ്റ്റേജിൽ പ്രോഗ്രാം അവതരിപ്പിച്ച് കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പം കാരണം പെട്ടി വന്നു. ഓക്കെ. പക്ഷേ ആ സമയം വരെ സ്റ്റേജിൽ കയറുന്നവരെ ടെൻഷനാണ്. കാരണം കയറിയില്ലെങ്കിൽ അത് നമ്മളുടെ ഒരു പ്രോഗ്രാമിൻ്റെ ഒരു ഹൈലൈറ്റ് ആയിട്ട് നിൽക്കുന്ന സാധനമാണ് ഈ ഡാൻസൊക്കെ. അപ്പം അതൊക്കെ അങ്ങ് പോയാൽ നമ്മൾ തീർന്നില്ലേ. അതെ അതെ. ഈ ഷോ കോർഡിനേറ്റർ ആവുന്ന ഒരു മൊമെന്റ് ഏതായിരുന്നു? എങ്ങനെയാണ് അതിലേക്ക് എത്തിയത്? അത് ഫസ്റ്റ് നമ്മൾ ഷോ കൊണ്ടുപോയപ്പം അത് ഞാൻ ഷോയിൽ പങ്കെടുക്കാൻ വേണ്ടി പോയാൽ ഗസ്റ്റായിട്ട് നമ്മളൊരു പ്രോഗ്രാമൊക്കെ അവതരിപ്പിച്ചു. അങ്ങനെ നടക്കുന്ന സമയത്ത് അവിടുത്തെ അന്ന് ഞങ്ങളെ കൊണ്ടുപോയ ഡയറക്ടർക്ക് അടുത്ത സ്റ്റേജിലേക്കുള്ള പ്രോഗ്രാം ചെയ്യാനായിട്ട് വയ്യ, പുള്ളിക്ക് സുഖമില്ലാതിരിക്കുക. അപ്പോൾ ഇതെന്ത് ചെയ്യും? ഇതൊന്നും കോർഡിനേറ്റ് ചെയ്ത് അങ്ങോട്ട് കൊണ്ടുപോകണമല്ലോ. അപ്പം ഞാൻ പറഞ്ഞു, ഞാൻ വേണേൽ നോക്കാം, കാരണം ഇതൊക്കെ കണ്ടപ്പോൾ നമുക്ക് കാണാമല്ലോ. അങ്ങനെ ഞാനത് ചെയ്തു. രണ്ടാമത്തെ സ്റ്റേജിൽ വലിയ കുഴപ്പമില്ലാതെ പോയി. അപ്പം നമുക്ക് ഇത്തിരി ഒരു മൂന്നാമത്തേൽ നമ്മൾ സ്വയം കൊണ്ടുപോയി. അപ്പം അത് കഴിഞ്ഞപ്പോൾ പിന്നെ നമുക്ക് വലിയ കുഴപ്പമില്ല എന്നുള്ളൊരു. പിറ്റത്തെ ഷോയിൽ അവരെന്നോട് ചോദിച്ചു, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുമോ എന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു, ഓ ചെയ്യാം. അങ്ങനെ ചെയ്ത് തുടങ്ങിയതാണ്. ഓക്കെ. അത് ഈ ലീഡർഷിപ്പ് ക്വാളിറ്റി അല്ലെങ്കിൽ ഇതിങ്ങനെ എല്ലാം മാനേജ് ചെയ്യുന്ന ഒരു കാര്യം പണ്ട് മുതലേ ഇങ്ങനെ നമുക്കൊരു ഇഷ്ടമുണ്ടല്ലോ, അതും കൂടെ ആയിരിക്കാം കൂടെ അങ്ങനെ. പിന്നെ വരുന്ന എല്ലാവരും നമ്മളുമായിട്ട്, ഞാൻ എല്ലാവരോടും കൂടി ചോദിച്ച് എല്ലാവരും കൂടെ ഒന്നിച്ച് നിന്ന് അങ്ങനെയാണ് നമ്മളൊരു പ്രോഗ്രാം ചെയ്യുക. ഒരു ഇത് മാത്രമേ ഉള്ളൂ, എനിക്ക് സ്റ്റേജിൽ കയറുന്ന സമയത്ത് ആ സ്റ്റേജ് നമുക്ക് എപ്പോഴാണോ തരുന്നത് അത് തൊട്ട് നമ്മുടെ പ്രോഗ്രാം കഴിയുന്നവരെ ഇടയിൽ ആരെയും കയറ്റില്ലെന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ. അനൗൺസ് ചെയ്ത് നമ്മളുടെ ഇങ്ങനെ പറയാനോ അങ്ങനെയൊന്നും കയറില്ല, നമ്മൾ തന്നെയായിരിക്കും ടക്കടക്കേന്ന് ഇങ്ങനെ പ്രോഗ്രാം അതായത് ഒരു ഗ്യാപ്പില്ലാണ്ട് പ്രോഗ്രാം പോകണം. അപ്പം നമുക്ക് ഇരുന്ന് കാണുന്നവർക്ക് ആ ഒരു രസം ഇങ്ങനെ വിടാതെ ലാഗ് അടുപ്പിക്കും. അപ്പം അതുകൊണ്ട് ഞാൻ അതെല്ലാം അതിങ്ങനെ നമ്മൾ എഴുതി എല്ലാവരുടെയും കൈ കൊടുത്തിട്ടുണ്ടാവും. നമ്മൾ ഈ പ്രോഗ്രാം കഴിഞ്ഞ് ഈ പ്രോഗ്രാം അടുത്തടുത്ത് അങ്ങനെ കൊടുക്കും. അപ്പോൾ എല്ലാവരും ഇപ്പം വിനീത് വന്നിട്ടുണ്ട് പ്രോഗ്രാമിന്, നമ്മുടെ സിംഗപ്പൂർ ഷോയ്ക്ക്. വിനീതൊക്കെ എന്ന് പറഞ്ഞാൽ പ്രോഗ്രാമിന് വിളിച്ചു കഴിഞ്ഞാൽ എന്ത് ഇതിലാണ് വരുന്നതെന്നറിയോ, മേക്കപ്പ് ഇട്ട്. അതുപോലെ ഭാഗ്യരാജ്, പൂർണിമ, ഇവരൊക്കെ കൊണ്ടുപോയിട്ടുണ്ട് നമ്മൾ. പണ്ടത്തെ ഭാഗ്യരാജിനെയും പൂർണിമേനൊക്കെ കൊണ്ടുപോയിട്ടുണ്ട്. സിംഗപ്പൂർ ഷോയ്ക്ക് മലയാളിയും തമിഴും കൂടെ മിക്സിങ് ആണല്ലോ. അപ്പം എല്ലാവരും വളരെ നല്ല രീതിയിലാണ് നമ്മളുടെ കൂടെ. ഇപ്പം യൂസ് ഷോ ഇല്ലേ? അല്ലെന്ന് ഞാൻ US ഇപ്പം ആ കോവിഡ് കഴിഞ്ഞതിന് ശേഷം ചെയ്തിട്ടില്ല. ചെയ്തു. ഈ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ ഓണ പ്രോഗ്രാം ചെയ്തിരുന്നു, റിമി ഒക്കെ വന്നിട്ടുള്ള ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ചെയ്തിട്ട് US ഒരു 4-5 വർഷമായിട്ട് ഞാൻ ചെയ്തിട്ടില്ല. ഇപ്പം തുടങ്ങും ഇതൊക്കെ ആയിട്ട് നിൽക്കല്ലേ, ചെയ്യണമെന്നുണ്ട്. ഇപ്പൊ 2000 എനിക്ക് 2000-ത്തിലല്ലേ ഫസ്റ്റ് മൂവി ചെയ്യുന്നത്? 2000. അപ്പൊ അങ്ങനെ നോക്കുകയാണെങ്കിൽ ഇപ്പൊ 26 വർഷം 480ഓളം സിനിമകൾ ചെയ്തു. മറ്റേ ഇതിൽ കണ്ടില്ല. തിരിച്ച് ചിന്തിച്ചാലോചിക്കുമ്പോൾ അത് ഞാൻ ചിലപ്പോൾ ഇതിങ്ങനെ എടുത്ത് നോക്കുമ്പോൾ ഞാൻ ഓർക്കും, ഈ പടമൊക്കെ ഞാൻ ചെയ്തതല്ലേ, എൻ്റെ ഒരു ഭാഗ്യം. എല്ലാ വലിയ വലിയ ഡയറക്ടേഴ്സിൻ്റെ പടങ്ങൾ ചെയ്യാൻ പറ്റുക, എല്ലാ വലിയ വലിയ ആർട്ടിസ്റ്റുകളുടെ അമ്മയാവാൻ പറ്റുക, പെൺകുട്ടികളുടെ ആൺകുട്ടികളുടെ ഒക്കെ അമ്മയാവാൻ പറ്റുക. ഇതൊക്കെ നമ്മളെ സംബന്ധിച്ച് അല്ലെ, വലിയ വലിയ നടന്മാരുടെ ഭാര്യമാരായിട്ട് അഭിനയിക്കാൻ പറ്റുക ഒക്കെ ഒരു ഭാഗ്യമാണ്, ഈശ്വരൻ തന്നൊരു ഭാഗ്യമാണ് എനിക്ക്. ഓക്കെ. എനിക്ക് അതുപോലെ കസ്തൂരിമാൻ എടുത്തു പറയേണ്ട ഒരു മൂവി ലോഹി സാറിന്റെ മൂവിയായിരുന്നു. അതിനകത്താണ് ഗ്ലിസറിൻ ഇല്ലാതെ കരഞ്ഞത്. അയ്യോ, അന്ന് ഞാൻ ഗ്ലിസറിൻ ചോദിച്ചിട്ട് സാറ് ഓടി വന്നിട്ട് എന്നെ ചീത്ത വിളിച്ചു. നിങ്ങൾക്ക് 2 പെൺകുട്ടികളാണെങ്കിൽ നിങ്ങൾ എങ്ങനെയാണോ പെരുമാറുക എന്നൊക്കെ ചോദിച്ച് അതോടുകൂടി എൻ്റെ കണ്ണിൽ നിന്ന് ഇങ്ങനെ ഒഴുകി. സത്യം പറഞ്ഞാൽ അത് അങ്ങനെ ആലോചിച്ചിട്ടായിരുന്നു, സാറിനെ പേടിച്ചിട്ടാണ് ആദ്യത്തെ കരച്ചിൽ. നമ്മളിങ്ങനെ കരഞ്ഞു പോയി, കാരണം എന്താന്നുള്ളത് ഇതായിട്ട് ഭയങ്കര ചൂടാണ് ഇതായിട്ട്. അങ്ങനെ കരഞ്ഞു. പിന്നെ സാർ തന്നെ പറഞ്ഞു തന്നു എങ്ങനെയാണ് കരയേണ്ടത് എന്നൊക്കെ പറഞ്ഞു. അതിനുശേഷം ചേച്ചി പിന്നെ ഗ്ലിസറിൻ യൂസ് ചെയ്യും. എനിക്കിപ്പോഴും ഗ്ലിസറിൻ ഇല്ലെങ്കിലും കരയാൻ പറ്റും. അപ്പോൾ നമ്മളിപ്പോൾ ഇങ്ങനെ ഒരു ഹാപ്പി ആയിട്ടുള്ള ഒരു മൂഡിൽ ടേക്ക് വിളിക്കുമ്പോൾ കരയാൻ പറ്റും. നമുക്ക് ആ ഒരു ഇതിലായിട്ട് പറ്റും. നമ്മളങ്ങനെ കുറേ ആകുമ്പോൾ നമുക്ക് നമ്മളായിട്ട് വരും. അങ്ങനെ എല്ലാവർക്കും ഉണ്ട്, എല്ലാവരുടെയും ഉള്ളിലുണ്ടാവും ഫീലിങ്സ് നമുക്ക് കൊണ്ടുവരാം. പക്ഷെ കണ്ണീന്ന് വെള്ളം വരും അല്ലേ? ഓക്കെ. അപ്പോൾ ഗ്ലിസറിൻ യൂസ് ചെയ്യുന്നത് ഇപ്പോൾ ഭയങ്കര കുറവാണ്. ഞാൻ കുറവാണ്. ഞാൻ സീരിയലൊന്നും ചെയ്യാറേ ഇല്ല, ഗ്ലിസറിനെ ഇടാറില്ല. ഓക്കെ. ഇപ്പോൾ സീരിയലാണോ കൂടുതൽ? ഇപ്പം ഒരു സീരിയലേ ഉള്ളൂ, ഒരെണ്ണം ചെയ്യാൻ പോകുന്നേ ഉള്ളൂ. ഇപ്പോഴത്തെ സമയത്ത് അത് അമ്മമാരുടെ ഒരു ഇമ്പോർട്ടൻസ് സിനിമയിൽ കുറഞ്ഞു എന്നുള്ള ഒരു സംഭവം ചേച്ചിക്ക് അങ്ങനെ തോന്നുന്നുണ്ടോ? കുറഞ്ഞു എന്നുള്ളത് സത്യം തന്നെയാണ് അല്ലേ?
പക്ഷേ അതുകൊണ്ട് സിനിമ ഇല്ല എന്ന് പറയാൻ പറ്റത്തില്ല. സിനിമകൾ ഇഷ്ടംമാതിരി ഇറങ്ങുന്നുണ്ട്. പക്ഷെ പഴയ പോലത്തെ ആ കൂട്ടുകുടുംബം അങ്ങനത്തെ കഥകളൊക്കെ കുറച്ച് കുറവാണ്. ഓക്കെ, അതുകൊണ്ട് നമുക്ക് ചാൻസസ് കുറച്ച് ഓപ്പർച്യൂണിറ്റീസ് കുറയുന്നുണ്ട്. പക്ഷെ നമ്മളിപ്പോഴും ഇങ്ങനെ നിന്ന് പോകുന്നത് ദൈവത്തിൻ്റെ അനുഗ്രഹം. അതെ, ഇപ്പോഴും നമ്മൾ സർവൈവ് ചെയ്ത് മുന്നോട്ട് പോകുന്നു. ചേച്ചി ഇപ്പോഴും ഒരു പാവം അമ്മ ഇമേജിലാണ് ഇപ്പോഴും നമ്മൾ കണ്ടില്ല. അപ്പൊ അതൊന്ന് ബ്രേക്ക് ചെയ്ത് ഒരു വില്ലത്തിലേക്ക് ഏതോ ഒരെണ്ണം ചെയ്തിട്ടുണ്ട്. ഒരു സിനിമ ചെയ്തു വിട്ടോടാ, വിനു ആനന്ദിൻ്റെ പടം. അതിനുശേഷം എനിക്ക് കുറേ അന്ന് ഇതുപോലെ തന്നെ മൊബൈലിൽ വരുന്ന ഇതില്ല. അപ്പം ഫോൺ ചെയ്ത് കുറേ പേര് ചെയ്യണ്ട എന്ന് പറഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇഷ്ടമല്ല. ലാൻഡ് ലൈൻ ഫോണാണോ? അത് കുറേ ഫോണിൽ നമ്പറിൽ വിളിക്കും. കുറേ ഫോൺ കോൾ വന്നു. പിന്നെ അതിനുശേഷം ഞാൻ അങ്ങനത്തെ ചെയ്തിട്ടില്ല. അല്ല, ചേച്ചിക്ക് കുറച്ചുകൂടി ഇഷ്ടമാണോ വില്ലത്തി ചെയ്യാനായിട്ട്? ചെയ്യാൻ ഇഷ്ടമാണ്. നമുക്ക് എല്ലാ കഥാപാത്രവും ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതുപോലെ കോമഡി ചെയ്യാൻ ഇഷ്ടമാണ്. പക്ഷേ നമ്മളെപ്പോഴും ആ ഒരു ഇതിലാണ് നിൽക്കുന്നതെന്ന് മാത്രം. എന്നാലും കിട്ടുന്നത് നന്നായി ചെയ്യാൻ നോക്കുന്നു. അല്ല, നമുക്കൊരു ഇമേജ് ബ്രേക്ക് ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. അത് പറ്റുമായിരിക്കും. അല്ല, പിന്നെ ആളുകൾ എങ്ങനെ അക്സെപ്റ്റ് ചെയ്യുന്നു എന്നുള്ളത് ചേച്ചി അത് നമുക്ക് പറയാൻ പറ്റത്തില്ല. ഓരോ ആളുകൾക്ക് എങ്ങനെയാണ്, എല്ലാവർക്കും ഒരേപോലെ ഇഷ്ടമാവണമെന്നില്ല. അതെ, നമ്മൾക്ക് ആഗ്രഹമുള്ളത് ചെയ്യുക എന്ന് കുറച്ച് മറ്റുള്ളവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കാതിരിക്കുക എന്നുള്ളത് രണ്ടാമത്തെ കാര്യം. അത് സെയിം ഇപ്പോൾ അതേപോലെ തന്നെ ഇപ്പോൾ വില്ലത്തിയായിട്ട് സീരിയലിൽ വരികയാണെങ്കിൽ ആളുകൾ കുറച്ചുകൂടെ അത് അക്സെപ്റ്റ് ഉണ്ട്. ഞാനൊരു പാടാത്ത പൈങ്കിളി എന്ന് പറഞ്ഞ സീരിയൽ ചെയ്തിരുന്നു. അതൊരു അമ്മായിമ്മയായിരുന്നു. പക്ഷെ ആ അമ്മായിമ്മ മരുമക്കൾ ഭയങ്കര പ്രശ്നങ്ങളൊക്കെ ഉണ്ടാക്കുമ്പോൾ ചൂടായിട്ടൊക്കെ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഭയങ്കര സപ്പോർട്ടായിരുന്നു ആൾക്കാർ. നന്നായി അങ്ങനെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട്. അപ്പം എനിക്ക് തോന്നുന്നു നമ്മൾ ചെയ്യുന്നത് നല്ലതാണെങ്കിൽ അത് അംഗീകരിക്കുന്നുമുണ്ട്. അതെ, പുറത്തോട്ട് പോകുമ്പോഴേക്ക് ഈ ഒരു അക്സെപ്റ്റൻസ് ചേച്ചിക്ക് പുറത്തിറങ്ങി നടക്കാനൊരു ഒരു ബുദ്ധിമുട്ട് അല്ലെങ്കിൽ പ്രൈവസി പോകുന്നു എന്ന് തോന്നുന്നു. ഇല്ലടാ, അതൊരു സന്തോഷമാണ്. അത് നമ്മളിപ്പോഴും നമ്മളെ ഒരാൾ തിരിച്ചറിയാന്ന് പറഞ്ഞാൽ അതൊരു അംഗീകാരമാണ്. അതെനിക്ക് എന്നെ സംബന്ധിച്ച് വലിയൊരു ഇഷ്ടമുള്ളൊരു കാര്യം. ഇപ്പം ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ഇൻസ്റ്റയിലെ കാര്യം പറഞ്ഞില്ലേ, ഞാൻ കോഴിക്കോട് ഒരു പ്രോഗ്രാം കഴിഞ്ഞിട്ട് ഞങ്ങളിങ്ങനെ മുകളിൽ പോയി കഴിഞ്ഞപ്പം കുറേ കുട്ടികൾ ഇത് നമ്മുടെ മറ്റേ അമ്പാടി ആൻറ്റി അല്ലേ നിൽക്കുന്നതെന്ന് ചോദിച്ചു. നമുക്കുണ്ടായ ആ സന്തോഷം ഉണ്ടല്ലോ, സത്യമായിട്ട് ഒരുപാട് സന്തോഷം തോന്നി. ഈ കുട്ടികളൊക്കെ നമ്മളെ അറിയുന്നുണ്ടല്ലോ എന്നുള്ളൊരു സന്തോഷം തോന്നും. അത് സന്തോഷമാണ്. ഓക്കെ, നിങ്ങൾ ആർട്ടിസ്റ്റുകളുടെ കാര്യം പറയും. ഇപ്പം എൻ്റെ കാര്യം ഇന്ന് രാവിലെ ഷൂട്ട് ഉണ്ടായിരുന്നു. ഇപ്പോൾ കണ്ണ് ചെറിയൊരു പണി കിട്ടിയത്. ഇങ്ങനെ നിങ്ങൾക്ക് പറ്റി നിങ്ങൾ എന്താ ചെയ്യുക? ഷൂട്ട് കമ്മിറ്റ് ചെയ്ത് പോയല്ലോ. അത് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല, നമ്മളത് ചെയ്തേ പറ്റും. ഇതേപോലെ തന്നെ വന്നിരിക്കുക ഒറ്റ കണ്ണൊക്കെ. ഞാൻ കൽപ്പറ്റയിൽ ഒരു പ്രോഗ്രാമിന് പോയിട്ട് എനിക്കൊരു കണ്ണിങ്ങനെ അടഞ്ഞൊരു കണ്ണുമായിട്ടാണ് ഞാൻ പോയത്. അത് എനിക്ക് തോന്നുന്നു ഞാൻ എല്ലാം ഒരുങ്ങി റെഡിയായി, നല്ല ഭംഗിയുണ്ടെന്ന് നമുക്ക് കണ്ണാടി നോക്കുമ്പോൾ നമുക്കൊരു ആത്മസംതൃപ്തി. മേക്കപ്പ് ചെയ്തായിരുന്നു സ്വന്തമായിട്ട് നമ്മൾ തന്നെ, ഞാൻ തന്നെയാണ് എപ്പോഴും. അപ്പം ഞാൻ ഇങ്ങനെ നോക്കിയപ്പോൾ എനിക്ക് തന്നെ കൊള്ളാം, കുഴപ്പമില്ല. ഏറ്റവും അവസാനം ഇറങ്ങുന്നതിന് കുറച്ച് മുമ്പേ ഞാൻ പോയിട്ട് ഒന്നുകൂടെ കണ്ണിൻ്റെ ഉള്ളിൽ ഒന്ന് എഴുതി. ആ വരച്ചതിൽ എന്തോ ഇതിലുണ്ടായിരുന്നു തോന്നുന്നു. കണ്ണിൻ്റെ ഉള്ളിൽ ഒരു കരട് പോയ എന്നിട്ട് ഞാനതങ്ങ് തിരുമി, പിന്നെ അതങ്ങ് വീർത്ത് ഒരു കണ്ണിങ്ങനെ ചുമന്നിട്ട് ഒരു പകുതി ഇത്രയായി. പക്ഷെ പോകാതിരിക്കാൻ പറ്റുമല്ലോ. എന്നിട്ട് ഞാൻ ഗ്ലാസ്സൊക്കെ വെച്ച് അഡ്ജസ്റ്റ് ചെയ്ത് പോയി. പക്ഷെ എല്ലാവരും ഞാൻ തന്നെ അങ്ങോട്ട് പറഞ്ഞു, എൻ്റെ കണ്ണിന് എന്തോ പറ്റിയിട്ടോ. ഞാൻ അങ്ങോട്ട് പറഞ്ഞു, ചോദിക്കുന്നതിന് മുമ്പ് പറഞ്ഞു. കാരണം എല്ലാവരും കണ്ണി സൂക്കേടാണോ എന്താണെന്ന് അറിയില്ല. ഞാൻ അങ്ങോട്ട് പറഞ്ഞു ഇത് കണ്ണിലെന്തോ കൊണ്ടുവിട്ടോ അതാന്ന് പറഞ്ഞിട്ട്. അങ്ങനെ അല്ല, എനിക്കൊന്നും പറ്റില്ലല്ലോ. അതെ, നമ്മൾ കമ്മിറ്റ് ചെയ്ത് നമുക്കത് മാറാനും പറ്റില്ല. അല്ല, ഇങ്ങനത്തെ പ്രശ്നങ്ങൾ നമുക്ക് എല്ലാവർക്കും സ്വാഭാവികമായിട്ട് വരുന്ന ഒരു കാര്യമാണ്. ഓക്കെ, ചേച്ചി ഒരു ഡ്രീം റോൾ ഏതാ? അല്ലെങ്കിൽ ഇപ്പം അമ്മ റോളുകളാണെന്ന് പറയാം, എപ്പോഴെങ്കിലും ഒരു ക്യാരക്ടർ റോൾസിലേക്ക് മാറണം എന്നുള്ളൊരു ആഗ്രഹമുണ്ട്. ഇപ്പം ലളിത ചേച്ചിയൊക്കെ ചെയ്ത പോലത്തെ വേഷങ്ങൾ എൻ്റെ സ്വപ്നമാണ്. വെങ്കലത്തിലൊക്കെ ലളിത ചേച്ചിയൊക്കെ ചെയ്ത വേഷങ്ങൾ, ഒരുപാട് സുകുമാരി അമ്മ ചെയ്ത പോലത്തെ വേഷങ്ങൾ, സുകുമാരി അമ്മയൊക്കെ മറ്റേ ഇതിലൊക്കെ മണി സുകുമാരിയമ്മയായിട്ട് നിങ്ങൾ രസികനിലല്ലേ? രസികനിൽ രസികനിലുണ്ട്. മറ്റേ ഒരുപാട് പടം സുകുമാരിയമ്മയുടെ ചെയ്തിട്ടുണ്ട്. എൻ്റെ അമ്മയായിട്ട് ചെയ്തിട്ടുണ്ട്. മറ്റേ സ്നേഹിതൻ എന്ന് പറഞ്ഞ പടത്തിൽ ഞങ്ങൾ ഓപ്പോസിറ്റ് ചെയ്തിട്ടുണ്ട്. രസികനിൽ ഞാൻ പിന്നെ സമൃദ്ധയുടെ അമ്മയും ചേച്ചി ദിലീപിൻ്റെ അമ്മയായിട്ട്. എന്നിട്ട് ഞങ്ങൾ ഒന്നിച്ച് വണ്ടിയിൽ യാത്ര ചെയ്യുന്നൊരു പാട്ടൊക്കെ ഉണ്ട്, ഹര 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 ശങ്കര. ആ പാട്ട് ഇപ്പോഴും ഹിറ്റ്, അതിലെ കുറേ ലൈൻസ് ഒക്കെ. അങ്ങനെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഭയങ്കര സ്നേഹമുള്ള ചേച്ചിയാണ്. നമ്മളെന്തെങ്കിലും ഒരു കാര്യം വേണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് മൈൻഡിൽ വെച്ചിട്ട് നമുക്കത് അടുത്ത ദിവസം കൊണ്ടുത്തരും. എനിക്ക് തൈര് സാധത്തിൻ്റെ തന്നെ അത് തൈര് സാധനം കഴിക്കണമെന്ന് നല്ല തൈര് സാധമാണ്. മറ്റേ ഇവിടെ ഒരു ഹോട്ടലുണ്ട് മറ്റേ എറണാകുളത്ത്. അപ്പോൾ ചേച്ചി പറഞ്ഞു അവിടുത്തെ തൈര് സാധനം ഭയങ്കര സൂപ്പറാന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു എന്തൊരു ടേസ്റ്റ് ആയിരിക്കില്ലേ എന്ന് ഞാനും സമൃദ്ധയും കൂടെ പറഞ്ഞ് അന്ന് ഉച്ചയ്ക്ക് ഞങ്ങൾ തൈര് സാധനം കഴിച്ചു എന്നുള്ളതാണ്. ചേച്ചി കൊണ്ടുവരിച്ച് ഞങ്ങൾക്ക് തന്നു. അങ്ങനത്തെ കുറേ മെമ്മറീസ് ഉണ്ടല്ലോ. പിന്നെ എപ്പോഴും കയ്യിൽ സ്വീറ്റ്സ് ഒക്കെ ആയിട്ട് വരുന്ന ഒരാളാണ്.
പിന്നെ റൺവേയില് മുരളി സാറിന്റെ വൈഫായിട്ട് മുരളിച്ചേട്ടൻ്റെ അപ്പോൾ അദ്ദേഹം എന്നൊക്കെ പറഞ്ഞാൽ അത്രയും മുരളിച്ചേട്ടൻ്റെ ഭാര്യയായിട്ടും കുറേ പടങ്ങൾ ചെയ്തിട്ടുണ്ട്. റൺവേ ചെയ്തിട്ടുണ്ട്, അന്നൊരിക്കൽ, മാറാത്ത നാട്, ഒരുപാട് പടം ചെയ്തിട്ടുണ്ട്. വലിയ കലാകാരന്മാരാണ്. തിലകൻ ചേട്ടൻ, മുരളിച്ചേട്ടൻ, തിലകൻ ചേട്ടന്റെ ഭാര്യയായിട്ട് പിന്നെ അതും നായകൻ, ഒരുപാട് പടം അതും ചെയ്തിട്ടുണ്ട്. നരേന്ദ്രപ്രസാദ് സാറ്, പിന്നെ അതുപോലെ NF വർഗീസ്, പിന്നെ രാജൻ പി ദേവ് ചേട്ടൻ, പിന്നെ ഒരു ഇന്നസെന്റ് ചേട്ടൻ, ഒരുപാട് പേരുടെ പിന്നെ പേര് വിട്ടുപോകുന്നുള്ളൂ. ഒരുപാട് പേരുടെ എനിക്ക് തോന്നുന്നു ആ സമയത്തുള്ള ഓൾമോസ്റ്റ് എല്ലാവരുടെ എല്ലാ വലിയ വലിയ കലാകാരന്മാരുടെയും ഭാര്യയായിട്ട് അഭിനയിക്കാൻ പറ്റിയിട്ടുണ്ട്. TP മാധവേട്ടൻ എടുത്തു പറഞ്ഞാൽ ഇങ്ങനെ എടുത്തുകൊണ്ട് വരുമ്പോൾ ഒരുപാട് ആൾക്കാർ പെട്ടെന്ന് പറയുമ്പോൾ നമുക്ക് കിട്ടുന്നില്ലെന്നേ. ഈ സ്പോട്ട് ഇംപ്രവൈസേഷന്റെ കാര്യത്തിൽ ജഗതി സാറിന്റെ കാര്യം നമ്മൾ കേട്ടിട്ടുണ്ട്. അതുപോലെ പിന്നെ ഇങ്ങനെ പിടിച്ചു നിൽക്കാൻ ബുദ്ധിമുട്ടുള്ളത് ആരുടെ കൂടെ ആയിരുന്നു? തിലകൻ ചേട്ടൻ. കുറച്ച് എനിക്ക് ആള് കുറച്ചുകൂടെ പെട്ടെന്ന് തിലകൻ ചേട്ടൻ. പിന്നെ ജനാർദ്ദനൻ ചേട്ടൻ ഇങ്ങനെ പറയുമെങ്കിലും നമുക്ക് ചെയ്യാൻ പറ്റും. റിഹേഴ്സൽ ടൈമിൽ ഒന്ന് കാണിക്കും, അത് ചേട്ടൻ തിലകൻ ചേട്ടൻ പിന്നെ ഇതുപോലെ തന്നെ ഹൈ ഇതിൽ പറയും. അപ്പം നമ്മൾ അതിൻ്റെ ഒപ്പം ഇങ്ങനെ നിന്ന് ആ ഒരു വോളിയൊക്കെ വലിയ കലാകാരന്മാരല്ലേ അവരൊക്കെ. അവരുടെയൊക്കെ കൂടെ അഭിനയിക്കാൻ പറ്റുക എന്ന് പറഞ്ഞത് തന്നെ ഏറ്റവും ടെൻഷൻ ആരോട് അഭിനയിക്കുമ്പോഴായിരുന്നു? അല്ല, എനിക്ക് എന്നെ സംബന്ധിച്ച് ഇപ്പോഴും അതേടാ. ഒരു ഫസ്റ്റ് ഡേ നമ്മൾ ചെല്ലൂലേ, ആദ്യത്തെ ദിവസം നമുക്കൊരു ഇത്തിരി ഒരിതാണ് എനിക്ക് ഒന്ന് സിങ്ക് ആവണം. അത് കഴിഞ്ഞാൽ പിന്നെ ഇതായിട്ട് പോകും. ആദ്യമൊക്കെ എന്ന് പറഞ്ഞാൽ ഒരു 10-15 ദിവസം 20 ദിവസമൊക്കെ ഉണ്ട് ഷൂട്ട്. ഇപ്പം എന്ന് പറഞ്ഞാൽ ആകെ 2-3 ദിവസമായിരിക്കും ഷൂട്ട്. നമ്മൾ സിങ്കായി വരാനുള്ള സമയമൊന്നും ഇല്ല. അതുകൊണ്ട് നമ്മൾ ഇതാകും. മറ്റേന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യത്തെ ദിവസം ചെന്ന് എല്ലാവരുമായിട്ടൊന്ന് ഒരു ചെറിയ സീനൊക്കെ, ഇപ്പോൾ ജോഷി സാറിൻ്റെ പടമൊക്കെ ചെയ്യുമ്പോൾ നമ്മളിങ്ങനെ ഒന്ന് ചെന്ന് അങ്ങനെയൊക്കെയാണല്ലോ. ആദ്യത്തെ ദിവസം ഒരു ടെൻഷനോടുകൂടി പോയി പിറ്റേ ദിവസമൊക്കെ ആകുമ്പോഴേക്കും നമ്മൾ ഓക്കെ ഒന്ന് സെറ്റ് ആവും. എനിക്ക് തോന്നുന്നു ജോഷി സാറിന്റെ മൂവിയിലെ റൺവേ സെവൻസ് ഒരുപാട് പണം ചെയ്തിട്ടുണ്ട്. ഓക്കെ, ജോഷി സാറൊക്കെ ഭയങ്കര പെർഫെക്ഷനിസ്റ്റ് ആയിട്ടുള്ള ആള്. ആ ഒരു സെറ്റൊക്കെ ഇങ്ങനെ, ആ ഒരു ഓർമ്മകളൊക്കെ ഉണ്ട്. ഞങ്ങൾ സെവൻസ് ചെയ്യുമ്പോൾ ഒരു തമാശ ഉണ്ടായെന്നു വെച്ചാൽ, ഞാനും ബാമയും ഞങ്ങളൊരു സീനിൽ നദിയ മൊയ്തു എന്ന് ഒരു ഹോസ്പിറ്റൽ സീൻ എടുക്കുക, പോലീസായിട്ട്. അപ്പോൾ ഒരു സീൻ എടുത്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ഞങ്ങൾ ബാമയുടെ ചേട്ടനും എൻ്റെ മോനുമാണ് അവിടെ കിടക്കുന്നത്. അപ്പം ഞങ്ങളിങ്ങനെ വന്ന് നിൽക്കുമ്പോൾ അന്തം വിട്ട് നോക്കുന്നൊരു സീനുണ്ട്. അപ്പം ഞാനിങ്ങനെ അമ്മമാരുടെ ഒരു ഇത് ഞാനിങ്ങനെ വെച്ചു, ബാമയെ ഇങ്ങനെ വെച്ചു. ഞങ്ങൾ രണ്ടുപേരും അറിഞ്ഞിട്ടല്ല ഇങ്ങനെ വെച്ചു. ഇത് സീൻ കഴിഞ്ഞിട്ട് സാറ് ഞങ്ങളെ രണ്ടുപേരെയും വിളിച്ചു, ഇതെന്താന്ന് ചോദിച്ചു. അപ്പം നോക്കുമ്പോൾ ഞങ്ങൾ രണ്ടാളും ഒരേപോലെ കണ്ടിട്ടില്ല, നമ്മൾ ശ്രദ്ധിച്ചില്ല. ഇല്ല, ഇങ്ങനെ വെച്ചപ്പോൾ വന്നുപോയതാണ്. പിന്നെ ഞങ്ങൾ രണ്ടുപേരും കൂടെ മാറ്റി ഇങ്ങനെയാണ് ഒരേപോലെ പഠിപ്പിച്ചു വിട്ടതുപോലെ പഠിപ്പിച്ചു വിട്ടോ പോലെ ഇങ്ങനെ. പിന്നെ അങ്ങനെയൊക്കെ കുറേ. പക്ഷെ സാർ അത് നമുക്ക് കാണിച്ചപ്പോൾ നമുക്ക് മനസ്സിലായോ, നമ്മൾ സോറി സാർ അങ്ങനെ ആയി, അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്തു തരൂ സീൻസ്, ഇങ്ങനെയൊക്കെയാണ് വേണ്ടത്. അസോസിയേറ്റ് ഒക്കെ ഉണ്ടാവുമല്ലോ. ഓക്കെ. അങ്ങനെ കുറേ പടങ്ങളുണ്ട്. നമ്മൾ പരദേശി ചെയ്യുന്ന സമയത്ത് ലാലിൻ്റെ അമ്മയായിരുന്നല്ലോ. അതിൽ എനിക്കൊന്ന് 18 വയസ്സുള്ള ലാലിൻ്റെ അമ്മ, 56 അങ്ങനെ ഏജ്ഡ് ഉള്ള അമ്മ, അങ്ങനെയൊക്കെ ആയിട്ട് ചെയ്യേണ്ടതുണ്ട്. അത് ഇതുപോലെയൊക്കെ തന്നെ അവരുടെയൊക്കെ സഹായം കൊണ്ട് തന്നെയാണ്. പിന്നെ ഒരുപാട് അടിച്ചു വിളിച്ച് ചെയ്ത സിനിമകളൊക്കെ ഉണ്ട്. ഹലോ, കാസിനോവ, അതൊക്കെ. പിന്നെ കാസിനോവയ്ക്ക് പുറത്തൊക്കെ ഷൂട്ട്സ് ഉണ്ടായിരുന്നു അല്ലേ? ഞാൻ ആദ്യമായിട്ട് ദുബായിൽ പോയത് കാസിനോവ, ആദ്യമായിട്ട് പാസ്പോർട്ട് എടുത്തത് കാസിനോവയ്ക്ക്. അത് കഴിഞ്ഞ് വന്നപ്പോഴാണ് പറഞ്ഞത് ബാങ്കോക്കാണ് ഇനി ബാലൻസ് എന്ന്, കാസിനോവയുടെ ബാക്കി. അതങ്ങനെ ബാങ്കോക്ക് പോയി. തിരിച്ചു വന്നു കഴിഞ്ഞപ്പോഴാണ് കൗബോയ് എന്ന് പറഞ്ഞിട്ടൊരു പടം മലേഷ്യയിൽ. അപ്പോഴേക്കും നമ്മുടെ ഈ പാസ്പോർട്ട് ആയല്ലോ. പിന്നെ രാജ്യങ്ങളൊക്കെ ഫസ്റ്റ് പാസ്പോർട്ട് കിട്ടിയത് എടുത്തത് അങ്ങനെയാണ്. ചേച്ചി പോകാൻ ആഗ്രഹമുള്ള ഏതെങ്കിലും ഒരു രാജ്യമുണ്ട് ഇതുവരെ പോകാൻ പറ്റാത്തത്? ഓസ്ട്രേലിയ 2 പ്രാവശ്യം പോകണമെന്ന് വന്നതാണേ. അപ്പം ആ സമയത്ത് പോകാൻ പറ്റിയില്ല, പിന്നെ ചെറിയ പ്രശ്നങ്ങളൊക്കെ, ഷൂട്ടും കാര്യങ്ങളും, അതുകൊണ്ട് തന്നെ പോകാതായത്. അപ്പം അതുകൊണ്ട് ഒന്ന് പോകണമെന്ന് ആഗ്രഹമുണ്ട്. ഓക്കെ. നമ്മൾ ഈ സീരിയലിൽ കമ്മിറ്റ് ആകുമ്പോഴേ സിനിമകൾ കുറേ ഡേറ്റ് കാരണം ചെറിയ പ്രോബ്ലംസ് ഒക്കെ വരാറുണ്ട്. ചെറിയ പടങ്ങളൊക്കെ ഇപ്പം അങ്ങനെ പോയിട്ടുണ്ട്. അതിൽ വിഷമമുള്ള ഷാജി സാറിൻ്റെ പടം ചെയ്യാൻ പറ്റിയിട്ടില്ല. ഷാജി കൈലാസ് ഇപ്പം നടന്ന പടം എനിക്ക് ഭയങ്കര സങ്കടമായി ചെയ്യാത്തത്. ചേച്ചി അങ്ങനെ മിസ്സാവുന്നു. പിന്നെ അതുപോലെ മൂന്നാർ ഇപ്പോൾ ഒരു പടം നടക്കുന്നുണ്ട്. അപ്പം അത് വിഷ്ണു ഉണ്ണികൃഷ്ണൻ്റെ. അത് ഇപ്പോൾ പോയി 2-3 ദിവസമായുള്ളൂ ഞാൻ ചെയ്യേണ്ട പടമായിരുന്നു. അപ്പം അത് പോയി. അപ്പം അങ്ങനെയൊക്കെ പോകുമ്പോൾ ചിലതൊക്കെ നമുക്ക് അപ്പം പിന്നെ ഓർക്കും നമുക്കുള്ളതല്ല, നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് കിട്ടും. ചേച്ചി ഈ സിനിമ ഇറങ്ങുമ്പോഴേ ചേച്ചിക്ക് പറഞ്ഞു വെച്ച റോൾ ആരാ ചെയ്തതെന്ന് നോക്കാറുണ്ട്, ശ്രദ്ധിക്കാറുണ്ട്? അല്ല, നമുക്കത് ചിലപ്പോൾ നല്ല റീച്ചായി പോയാൽ നമുക്കൊരു വിഷമല്ലേ? അല്ല, അങ്ങനെയല്ല. പിന്നെ ഞാൻ ഓർക്കും കേട്ടോ, കാരണം
എല്ലാവരും ആർട്ടിസ്റ്റുകളാണല്ലോ എല്ലാവരും. പിന്നെ നമുക്കുള്ളതാണെങ്കിൽ ദൈവം നമുക്ക് നമ്മളെ തന്നെ വെക്കും. ഇപ്പം ഇന്ന് എടുക്കാണ്ട് ചിലപ്പോൾ നാളേക്ക് വരാം. അങ്ങനെ കിട്ടിയ പടങ്ങളും ഉണ്ട്. ചില പടത്തിൽ നമുക്ക് വിളിച്ചിട്ട് പോകാൻ പറ്റിയിട്ടില്ല. അപ്പം നമുക്ക് അത് പോയി എന്ന് വിചാരിച്ചിട്ട് നമ്മൾ സങ്കടപ്പെട്ടിരിക്കുന്ന സമയത്തായിരിക്കും ഇല്ല അത് നിങ്ങൾക്ക് തന്നെയാണെന്ന് പറഞ്ഞിട്ട് 2-3 ദിവസം കഴിയുമ്പോൾ വീണ്ടും വന്ന് നമ്മളത് പോയി ചെയ്തിട്ടുണ്ട്. അങ്ങനെ ഞാൻ പോക്കിരാജ ചെയ്തിട്ടുണ്ട്. പോക്കിരാജയിൽ എനിക്ക് പെട്ടെന്ന് ഇങ്ങനെ ഒരു വയ്യാതെ വന്നിട്ട് എനിക്ക് ആ പടം എൻ്റെ കയ്യിൽ നിന്ന് പോയതാണ്. അതിലിപ്പോൾ ഞാൻ അതിനു മുമ്പേ ഞാൻ ഭയങ്കരമായിട്ട് ആഗ്രഹിച്ചിരുന്ന മമ്മൂക്കയുടെയും പൃഥ്വിയുടെ ഒക്കെ അമ്മയാണല്ലോ എന്നൊക്കെ ആഗ്രഹിച്ചു. പക്ഷെ ആ പടം പോയി. പിന്നെ ഞാൻ ഇതുപോലെ തന്നെ ഇരിക്കുന്ന സമയത്താണ് എന്നെ വിളിച്ചിട്ട് ജെയ്സൺ ഇളംകുളം, ചേച്ചി പോക്കിരാജയുടെ ഷൂട്ടിങ്ങാണ് വരണം. അപ്പം ഞാൻ ചോദിച്ചു അതെനിക്ക് തന്നെയാണ്, അതെനിക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പം അത് നമുക്കുള്ളതാണെങ്കിൽ നമുക്ക് വരും എന്നൊരു ഏതെങ്കിലും കറങ്ങി തിരിഞ്ഞ് നമുക്ക് തന്നെ എത്തിച്ചേരും. എനിക്ക് നമ്മൾ ലാസ്റ്റ് കണ്ടപ്പോൾ ടൊവിനോന്റെ അമ്മയായിട്ട് അഭിനയിക്കാൻ ആഗ്രഹമുണ്ടോ ചേച്ചി? അത് ഇതുവരെ നടന്നിട്ടില്ല. നടക്കുമായിരിക്കും. ഏതെങ്കിലും ഒരു കോൾ അല്ലാതെ വേഷങ്ങൾ ചെയ്തിട്ടുണ്ട്, അമ്മ വേഷം ചെയ്തിട്ടില്ല. ഓക്കെ. ഇനിയിപ്പോ ചെയ്യാത്ത ആരുടെ ഉള്ളത്? ടൊവിനോ ഉണ്ട്, കുറച്ച് പേരൊക്കെ ഉണ്ട്. ഇപ്പൊ ന്യൂ ജനറൽ വന്നിട്ടുള്ള കുറച്ച് ആൾക്കാർ മാത്രമേ ഉള്ളൂ എന്ന് തോന്നുന്നു. എനിക്ക് ഇനി ഈ നമ്മുടെ ഇന്റർവ്യൂ കണ്ടാലെങ്കിലും ടൊവിനോന്റെ അമ്മയുടെ നെക്സ്റ്റ് സിനിമയ്ക്കകത്ത് പിന്നെ ശരിക്കും സമയമില്ലെന്ന് തോന്നുന്നു, മൊത്തത്തിൽ തിരക്കാണ്. അങ്ങനെയൊന്നുമില്ല, സമയമൊക്കെ ഉണ്ടാക്കും നമ്മൾ, ഉണ്ടാക്കി പോകും. അല്ല സീരിയലിൽ കമ്മിറ്റ് ആയതുകൊണ്ട്. അല്ല സീരിയൽ എന്ന് പറഞ്ഞാൽ നമുക്ക് ഒത്തിരി ദിവസമുള്ള സീരിയലൊന്നും ഇല്ല, കുറച്ച് ദിവസങ്ങളിൽ മാത്രമേ ഉള്ളൂ മാനേജ് ചെയ്ത്. അത് ഞാൻ എൻ്റെ ആദ്യത്തെ പടം മീശമാധവൻ ചെയ്യുന്ന സമയത്ത് എനിക്കുണ്ടൊരു സീരിയൽ. ആണോ? ആ സമയത്തുണ്ട്. വാത്സല്യം എന്ന് പറഞ്ഞ സീരിയല്, ദുർഗ എന്ന് പറഞ്ഞിട്ട് സുധീഷ് ശങ്കറിൻ്റെ സീരിയല്, പിന്നെ ശാരദ എന്ന് പറഞ്ഞ സീരിയൽ എല്ലാം ഏഷ്യാനെറ്റിലായിരുന്നു. അപ്പം അതൊക്കെ ഇങ്ങനെ കൊണ്ടുപോകാറുണ്ട്. എൻ്റെ ഒപ്പം തന്നെ സിനിമയും കൊണ്ടുപോയിട്ടുണ്ട്. ഒത്തിരി ദിവസം ഉണ്ട്. അതിനിടയിൽ ഗ്യാപ്പ് കിട്ടുമ്പോൾ ഞാൻ പോയിട്ട് ഇവിടെ സീരിയൽ ചെയ്ത് അങ്ങനെ ഞാൻ പറഞ്ഞു ചെയ്തിട്ടുണ്ട്. എനിക്ക് തോന്നുന്നു ആ സമയത്ത് ഇപ്പൊ ഞാൻ ചീത്ത കേട്ടത് ജോസ് തോമസ് സാറിൻ്റെ പടം ചെയ്യുമ്പോൾ മാത്രം. സ്നേഹിതൻ വാത്സല്യം എന്ന് പറഞ്ഞ സീരിയല് കഴിഞ്ഞിട്ട് ഞാൻ അങ്ങോട്ട് ചെല്ലുമ്പോൾ എൻ്റെ സാർ കുറേ ചീത്ത വിളിച്ചു. അപ്പം ഞാൻ വിചാരിച്ചു ഇനി എനിക്ക് സാറിൻ്റെ റോളിൽ പടവും തരില്ല, ഇതോടുകൂടി കഴിഞ്ഞു. ഞാൻ അങ്ങനെ പോയി. അത് കഴിഞ്ഞിട്ടാണ് യൂത്ത് ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞൊരു പടം, ചേച്ചിയാണ് ഭാവനയുടെ അമ്മ. അപ്പം പിന്നെ അത് ജോസ് തോമസ് സാറിൻ്റെ പടമല്ലേ? അതെ. വീണ്ടും എന്നെ വിളിച്ചല്ലോ. ഇനിയൊരു കോൾ ഞാൻ പ്രതീക്ഷിച്ചിട്ടില്ലായിരുന്നു. കാരണം എന്താ വെച്ചാൽ ഞാനത് ഡേറ്റ് വിളിക്കുമ്പം സാർ വരാമെന്ന് പറഞ്ഞ് ഇങ്ങനെ ഞാൻ ഇവിടെ കൊടുത്തു എന്നൊക്കെ പറഞ്ഞൊരു പടമാണത്, സീരിയലിന് കൊടുത്തു. എന്നപ്പോൾ ഞാൻ വെച്ചാൽ ഇനി എന്നെ വിളിക്കുകയായിരുന്നു. പക്ഷെ വിളിച്ചിട്ടുണ്ട്, പിന്നെ പോയി ചെയ്തിട്ടുണ്ട്. ഓക്കെ, അതതിന്റെ ഭാഗമായിട്ട് അങ്ങനെ അത് കഴിഞ്ഞപ്പോൾ അങ്ങ് കഴിഞ്ഞു. അല്ല ഞാനിപ്പോഴും ആലോചിക്കുന്നത് മീശമാധവൻ ത്രൂ ഔട്ട് എനിക്ക് കുറേ റോൾസ് ഉണ്ട്, അതിൻ്റെ ഇടയ്ക്ക് ഇത് മാനേജ് ചെയ്ത് എങ്ങനെ പോകുന്നത്? ഇത്രയും നാളും ഞാൻ അങ്ങനെ തന്നെയാണ്. അതിന് കൂടെ തന്നെ ആർട്ട് ഫിലിമും കുറേ ചെയ്യാൻ പറ്റിയിട്ടുണ്ട്, കുറേ ചെയ്തിട്ടുണ്ട്, കുറേ എടുത്തു നോക്കി ഒരുപാട് ചെയ്തിട്ടുണ്ട്. ഈസ്റ്റേൺ കറി പൗഡർ, അത് ഇത്, പിന്നെ ചുങ്കത്ത് ജ്വല്ലറി, ജയലക്ഷ്മി, അങ്ങനെ കുറേ ഇതിൻ്റെ ഓൾമോസ്റ്റ് ഒരുവിധം ആ സമയത്ത് ഒരുപാട് ചെയ്തിട്ടുണ്ട്. പിന്നെ ആൽബം ചെയ്യാൻ പോവും, ഇതൊക്കെ ഞാൻ ഇടയ്ക്ക് വരും. ആൽബം എന്നൊക്കെ പറഞ്ഞാൽ നോക്കിയിട്ടേ ചെയ്യുള്ളൂ. അതിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു ആൽബം ഉണ്ട്, നാദാ നിന്നെ കാണാൻ ഇൻപാദങ്ങൾ പുൽകാൻ പറഞ്ഞിട്ട് ആൽബം. അതും പുറത്തായിരുന്നു, ഒരു എനിക്കൊന്നൊരു ഫാദർ വന്നെടുത്താണ്, അദ്ദേഹം വന്നെടുത്തിട്ട് പുറത്തൊക്കെ ഭയങ്കരമായിട്ട് ഹിറ്റാണ് ആ ആൽബം. ഓക്കെ. ചേച്ചി ഇങ്ങനെ സ്ക്രിപ്റ്റ് ഇതൊക്കെ നോക്കിയിട്ടാണോ ചെയ്യുന്നത്, അല്ലെങ്കിൽ ചേച്ചിക്ക് ഒരു അല്ല ഇങ്ങനത്തെ സിനിമയുടെ ഒന്നും അങ്ങനെ നോക്കലൊന്നുമില്ല. നമ്മളെ വിളിക്കുമ്പോൾ നല്ലതാണെങ്കിൽ നമ്മൾ പോയി ചെയ്യാം. നമ്മളെ വിളിക്കുന്നത് അതിന് പറ്റുന്നുള്ളത് കൊണ്ടാണല്ലോ, അത് നോക്കിയിട്ട് നമ്മൾ. അപ്പോൾ എനിക്കിപ്പോൾ ഒരു ദിവസം ഉള്ള ഷൂട്ടാണെങ്കിലും 10 ദിവസമുള്ള ഷൂട്ടാണെങ്കിലും നമ്മളെ വിളിച്ചു കഴിഞ്ഞാൽ ഞാൻ പോയി സിനിമ ചെയ്യാറുണ്ട്. അത് പണ്ട് ചെയ്യാറുണ്ട്. ഇത് മാത്രം സീരിയലും ടെലിഫിലിമൊക്കെ വിളിച്ചാൽ നമ്മൾ നോക്കും, എന്താണെന്നുള്ളത് നോക്കും. ഇപ്പോൾ ആൽബം വരുവാണെങ്കിൽ അതെന്താണ്, നല്ലതാണോ എന്ന് നോക്കിയിട്ടാണ് ചെയ്യുള്ളൂ. നമ്മൾ ഈ സിനിമയുടെ ഭാഗമായിട്ട് കുറേ നാൾ പോകുമ്പോഴത്തേക്ക് ഇതിൻ്റെ ടെക്നിക്കൽ സൈഡിലൂടെ നമുക്ക് അറിഞ്ഞാൽ കൊള്ളാമെന്നൊരു ആഗ്രഹം വരുമല്ലോ. അങ്ങനെ ചേച്ചി ഈ ഡയറക്ഷനിലേക്ക് ഒന്ന് ചെറുതായിട്ട് മാറിയതായിട്ട് ഞാൻ കേട്ടായിരുന്നു. അങ്ങനെയല്ല, അത് നമുക്ക് ചിലതൊക്കെ കാണുമ്പം ചില സംഭവങ്ങളൊക്കെ അറിയുമ്പോൾ നമുക്ക് പ്രതികരിക്കാൻ പറ്റത്തില്ല. പക്ഷെ നമ്മുടെ ഉള്ളിൽ നല്ല വേദന ഉണ്ടാവും. അപ്പം ഞാൻ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ, ഇപ്പം ഉദാഹരണം ഒരു പ്രാവശ്യം നമ്മൾ കണ്ടല്ലോ, മറ്റേ ഒരു കൊച്ചിനെ അമ്മുമ്മ പാറയിലേക്ക് വലിച്ചെറിഞ്ഞ് കൊന്നു. പക്ഷെ അന്ന് എനിക്ക് ഫുൾ ടൈം എൻ്റെ മനസ്സിൽ മൊത്തം ടെൻഷനായിരുന്നു. രാവിലെ തൊട്ട് എനിക്കിരിക്കുമ്പോൾ മുഴുവൻ ആ കുട്ടീനെ എറിഞ്ഞത് ഇങ്ങനെ. അപ്പം നമുക്കത് പോയിട്ട് പ്രതികരിക്കാനോ അതിനെതിരെ ശബ്ദം ഉയർത്താനോ ഒന്നും എന്നെപ്പോലത്തെ എനിക്ക് പറ്റത്തില്ലെന്ന് എനിക്ക് തന്നെ അറിയാം. അപ്പം ഞാൻ എന്ത് ചെയ്യും, ഇതൊക്കെ എന്തെങ്കിലും ഇതായിട്ട് എഴുതുക, ഫേസ്ബുക്കിലൊക്കെ. അല്ല ഞാൻ സ്വന്തമായിട്ടൊരു കവിത പോലെ എഴുതി അത് 5-8 പ്രാവശ്യം എഴുതി കഴിഞ്ഞ് ഒന്നി അത് കീറിക്കളയും, അല്ലെങ്കിൽ അത് ചിലപ്പോൾ അവിടെ വീട്ടിലുണ്ടാവും. അപ്പം അങ്ങനെ എഴുതി കഴിയുമ്പോൾ എനിക്ക് കുറേ കഴിയുമ്പോൾ എനിക്കൊരു മനസ്സിനൊരു സംതൃപ്തി വരും. അന്ന് ഞാൻ കുറേ പ്രാവശ്യം ഇരുന്ന് എഴുതി ഉണ്ടാക്കി. ആ കൊച്ചിനെ വലിച്ചെറിഞ്ഞു എന്ന് പറഞ്ഞപ്പോൾ ഞാൻ
വെറുതെ ഒരു കവിത പോലെ എഴുതി കവിത എന്ന് പറയാൻ പറ്റില്ല, എന്നാലും എനിക്ക് എഴുതി കഴിയുമ്പോൾ ഉണ്ടായിരുന്ന ഒരു സന്തോഷം ഉണ്ടല്ലോ. ചേച്ചിക്ക് എഴുത്ത് പരിപാടി പണ്ട് മുതലേ ഉണ്ട്. അപ്പം ഞാൻ അങ്ങനെ എഴുതി. അമ്മിഞ്ഞപ്പാല് നുകർന്നൊരു പൈതൽ അമ്മ തൻ കയ്യിൽ മുറുകെ പിടിച്ചു, താങ്ങായും തണലായും എന്നും എൻ കൺമുൻപിൽ കൺകണ്ട ദൈവം എൻ അമ്മ തന്നെ. അങ്ങനെ എഴുതി വന്നിട്ട് വാട്സപ്പും ഫേസ്ബുക്കും വന്നു നിറഞ്ഞു, മാതൃത്വം എന്നതോ പോയി മറഞ്ഞു എന്നൊക്കെ പറഞ്ഞ് ഞാനിങ്ങനെ എഴുതി കൂട്ടും. വരികളൊന്നും അർത്ഥങ്ങളും ഇതൊന്നും അതിനുള്ളത് ഇല്ലല്ലോ. അപ്പം ഇങ്ങനെയൊക്കെ എഴുതി ഉണ്ടാക്കിയൊക്കെ വെച്ചിട്ട് അപ്പം മനസ്സിനൊരു സമാധാനം വരും. അതേപോലെ ഒരു അമ്മ, ഇതും നടന്ന സംഭവം തന്നെ. ഒരു അമ്മ സ്വന്തം അമ്മേനെയാണ് ഒരു മോൻ റേപ്പ് ചെയ്തൊരു ഉണ്ടായിരുന്നിട്ട് ആ അമ്മ മോനെ വെട്ടിക്കൊന്നു. അച്ഛൻ ദുബായിലായിരുന്നു. അപ്പം ഞാനത് കണ്ടപ്പോൾ തൊട്ട് ഞാൻ ഈ മയക്കുമരുന്നിന് ഇതായിട്ടാണ്. അല്ല, അതൊരു അമ്മ ഒരു മകൻ ഒരിക്കലും ചെയ്യൂല്ലല്ലോ. അപ്പോൾ അതിനെതിരെ എന്താ ചെയ്യുകയെന്ന് വെച്ചിട്ട് അങ്ങനെ ഞാനൊരു ത്രെഡ് കിട്ടി. അപ്പോൾ അത് നമ്മൾ പള്ളാശ്ശേരിനെ വെച്ചിട്ട് സ്ക്രിപ്റ്റാക്കി. എന്നിട്ട് ഞാനത് ഒരു ടെലിഫിലിമായി എടുത്തു. അതിനി ഒരു ഡബ്ബിങ് ഇതൊക്കെ കൂടെ കഴിഞ്ഞാൽ ഒന്ന് ഇറക്കണം എന്നുണ്ട്. ഇപ്പോഴും വീണ്ടും ഇതിങ്ങനെ കിടക്കുകയാണല്ലോ. അപ്പോൾ കുട്ടികളിലേക്കൊക്കെ അതൊന്ന് എത്തിക്കാൻ ഒരു മെസ്സേജ്. ഞാനുണ്ട്, ദിനേശ് ഏട്ടനില്ലേ, ദിനേശ് പണിക്കർ, ദിനേശ് ഏട്ടൻ ഉണ്ട്. ഞാൻ തന്നെ ഡയറക്റ്റ് ചെയ്തു, ഞാൻ തന്നെ ദിനേശ് ഏട്ടൻ വന്നു, നീ ചെയ്യും നല്ലതാണ്, അങ്ങനെ ചെയ്തു. എല്ലാവരും ഒരുവിധം ആർട്ടിസ്റ്റുകളൊക്കെ വെച്ച് നന്നായോ എന്നൊന്നും പറയാൻ പറ്റില്ല. പക്ഷെ നമുക്കിത് കുട്ടികളിലേക്ക് എത്തിക്കുമ്പം നമ്മളിപ്പം പറയുകയാണ് മോനെ അത് ചെയ്യരുത്, അല്ലെ മോളെ അത് ചെയ്യരുതെന്ന് പറയുമ്പോൾ കുട്ടികൾക്ക് അത്രയ്ക്കും മനസ്സിലാവില്ല. അതേസമയം നമ്മൾ എന്തെങ്കിലും ഒന്ന് കാണിച്ചു കൊടുക്കുമ്പോൾ കുറച്ചും കൂടെ അതൊക്കെ അങ്ങനെ എനിക്ക് സ്കൂളുകളിലേക്കൊക്കെ ഒന്ന് ഇടണം എന്നൊരു തോന്നലുണ്ട്. നമ്മൾ കുട്ടികളെ ഉദ്ദേശിച്ചാണ് ഈ ടെലിഫിലിം ചെയ്തിരിക്കുന്നത്. സിനിമ ഒരു ഡയറക്ഷൻ അല്ല, അതൊന്നും ഇല്ല, ഒരിക്കലും ഇല്ല. ആണോ? അങ്ങനത്തെ ഒന്നും ഇല്ല. അതിലേക്കുള്ള ഒരു ഇല്ല, അങ്ങനത്തെ ഒന്നും ഇല്ല, അങ്ങനത്തെ ചിന്തകളൊന്നും ഇല്ല. സിനിമയൊക്കെ നമ്മളിങ്ങനെ അഭിനയിച്ചു പോവുക, ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ എനിക്കൊരു ഇതാണ്. കാരണം ഈ കുട്ടികൾ ഇപ്പോഴത്തെ ഇതൊക്കെ ഓരോന്നോരോന്ന് കേൾക്കുമ്പോൾ മനസ്സിന് ഭയങ്കര ടെൻഷനാണ്. കാരണം എനിക്കും ഒരു പേരക്കുട്ടി ഉണ്ടല്ലോ, മോളുടെ കൊച്ച്. അപ്പം ഞാൻ എപ്പോഴും നമുക്ക് അതേപോലെ തന്നെയല്ലേ മറ്റു കുട്ടികളും. അപ്പം നമ്മളിങ്ങനെ ഓരോ ടെൻഷനുകൾ ഇങ്ങനെ വരുമ്പോൾ ഭയങ്കരമായിട്ട് നമുക്കത് ഫീൽ ചെയ്യും. എനിക്കത് ഒരു ദിവസം മുഴുവൻ ഞാനതിരുന്ന് അത് പിന്നെ എഴുതിയൊക്കെ എന്തെങ്കിലും ആക്കി തീർക്കുമ്പോൾ സമാധാനം. എഴുതി തീർക്കുമ്പോഴത്തേക്കും മനസ്സ് ഫ്രീ ആവും. അല്ലാതെ നമുക്ക് പറഞ്ഞു തീർക്കാൻ പറ്റത്തില്ലല്ലോ. അതെ. ഇനി ന്യൂ പ്രൊജക്ട്സ് ഏതൊക്കെ ചേച്ചിട്ട് ഇറങ്ങാൻ? ഇപ്പം ഇറങ്ങാനുള്ളത് ധ്യാനിൻ്റെ അമ്മയായിട്ടൊരു പടം, പിന്നെ ധ്യാനിൻ്റെ അമ്മയായിട്ട് ആദ്യമായിട്ട് ബിനുരാജ് അല്ല മുമ്പ് ചെയ്തിട്ടുണ്ട്. ബിനുരാജിൻ്റെ ഒരു പടം അത് ഇറങ്ങാനുണ്ട്. പിന്നെ കുട്ടികളുടെ ഒരു പടമുണ്ട്, അത് ഇറങ്ങാനുണ്ട്. പിന്നെ ഏതാ അല്ലാതൊരു പടം, 3 പടം ഇറങ്ങാനുണ്ട്. പിന്നെ പടങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നമുക്ക് ചെയ്തു തുടങ്ങിയാൽ ചെയ്തു എന്ന് പറയാൻ പറ്റുള്ളൂ. സിനിമയാകുമ്പോൾ അങ്ങനെയാണല്ലോ. ഓക്കെ, ചേച്ചിക്ക് ഇതേപോലത്തെ അനുഭവം ഉണ്ടായിട്ടുണ്ടോ? അതായത് നമ്മൾ ഉണ്ടായിട്ട് അഡ്വാൻസ് ഒക്കെ തന്ന് വന്നിട്ട് സിനിമ മാറിപ്പോയ സിറ്റുവേഷൻസ്? എനിക്ക് തോന്നുന്നു അത് എല്ലാവരും കടന്നു പോകുന്ന വന്നിട്ടുണ്ട്. പിന്നീട് നമ്മൾ അറിയുമ്പം നമുക്ക് വിഷമം തോന്നിയിട്ടുമുണ്ട്. പിന്നെ അതൊക്കെ ഇതിൻ്റെ ഒരു ഭാഗമാണല്ലോ. അതിൽ നിന്നൊക്കെയാണോ പഠിച്ചത്? സിനിമ വന്ന് ഇറങ്ങി കഴിഞ്ഞിട്ട് ഞാൻ എപ്പോഴും ഒരു സീനെങ്കിലും ചെയ്തതിന് ശേഷമാണ് ഞാൻ ആ പടം ചെയ്തു എന്ന് പറയാറുള്ളൂ. കാരണം അല്ലെങ്കിൽ നമുക്ക് പറയാൻ പറ്റത്തില്ല. ചിലപ്പോൾ നമ്മുടെ കാര്യം കൊണ്ടാവാൻ പോകുന്ന എന്തെങ്കിലും നമുക്കൊരു അസുഖം വന്നിട്ട് നമുക്ക് ചെയ്യാൻ പറ്റിയില്ല. അപ്പോഴും നമ്മളതിലുണ്ട് എന്ന് പറഞ്ഞിട്ട് പിന്നെ നാളെ അത് കാണുന്നവർ അതിലില്ലല്ലോ ഇവർ എന്തെന്ന് അത് വേണ്ടല്ലോ. അപ്പം ഒന്ന് ഒരു സീൻ ചെയ്തിട്ട് ബാക്കി പറയാമെന്ന് വിചാരിച്ചു. ഓക്കെ, ടെലിഫിലിം എന്നത്തേക്ക് ഇറങ്ങുന്നത്? ഇറക്കണം. ഇപ്പം ഈ വർഷം ഉണ്ട്. ഓക്കെ, നമ്മളതിന് വേണ്ടി. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോഴും കുട്ടികളിലൊക്കെ ഇങ്ങനെ ഇത് തന്നെയാണല്ലോ ഓരോ നടന്നുകൊണ്ടിരിക്കുന്നത്. അപ്പം കുട്ടികളിലേക്കൊക്കെ ഒരു ബോധവൽക്കരണം എന്ന് പറയാൻ പറ്റില്ലെങ്കിൽ പോലും നമ്മളെ കൊണ്ട് പറ്റുന്ന രീതിയിൽ എത്തിക്കാം എന്നുള്ള രീതിയിൽ. ഓക്കെ, വേറെ എന്തെങ്കിലും പുതിയ വിശേഷം നമ്മളോട് പങ്കുവയ്ക്കാനുണ്ടോ? പിന്നെന്താ, ഇപ്പം എല്ലാം ഇപ്പോൾ ഓരോന്നോരോന്നും എന്താ പറയുക, നമ്മുടെ നാട്ടിൽ പരസ്പര സ്നേഹം, സന്തോഷം, സമാധാനമൊക്കെ പോയിക്കൊണ്ടിരിക്കുന്ന പോലെ എനിക്ക് തോന്നുന്നു. അപ്പം വീണ്ടും അതൊക്കെ വരട്ടെ, എല്ലാവരും നല്ല സന്തോഷവും സമാധാനവും ഒക്കെ ആയിട്ട് ജീവിക്കട്ടെ എന്നുള്ള പ്രാർത്ഥനകളേ ഉള്ളൂ. കാരണം ഒന്നിച്ച് അല്ലേ ഈ ഒരു വർഷം നല്ലൊരു സമാധാനം സന്തോഷമൊക്കെ നിറഞ്ഞ വർഷമായി തീരട്ടെ, എല്ലാവരും ഒന്നിച്ച്. ഓക്കെ, ഇനി ടെലിഫിലിം ഇറങ്ങി കഴിയുമ്പോൾ നമുക്കത് കണ്ടിട്ട് ഒരു ഇൻ്റർവ്യൂ കൂടെ ചെയ്യാം. തീർച്ചയായും നിങ്ങളൊക്കെയാണ് പ്രോത്സാഹിപ്പിക്കേണ്ടത്. പിന്നെ പറഞ്ഞ പോലെ പ്രേക്ഷകരും അവരിലേക്ക് എത്തിക്കുമ്പോൾ അവരും അത് 2 കൈ നീട്ടി സ്വീകരിക്കും എന്നുള്ളൊരു വിശ്വാസമാണ്. കാരണം ഇത്രയും നാൾ എന്നെ ഇത്രയും വരെ എത്തിച്ചത് പ്രേക്ഷകരുടെ ഒറ്റ സ്നേഹം മാത്രമാണ്, അല്ലാതെ ഒന്നും അല്ലല്ലോ. അപ്പം അത് തുടർന്നും അതുണ്ടാവും എന്നുള്ള പ്രാർത്ഥനയുണ്ട് എനിക്ക്. ഓക്കെ, താങ്ക് യു ചേച്ചി, താങ്ക് യു സോ മച്ച്. ഒരുപാട് സന്തോഷം.